കാരാഗ്രഹത്തിൽ ജനിച്ച് ഗോപാലനായി വളർന്ന് ഒരു ഇതിഹാസ കാലം മുഴുവൻ തൻ്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ കൃഷ്ണൻ്റെ കഥ. സ്വന്തം കർമ്മം കൊണ്ട് ഒരു നരൻ നാരായണനായ കഥ. കർമ്മം ചെയ്യാൻ നമ്മെ പഠിപ്പിച്ച ഒരു കർമ്മയോഗിയുടെ കഥ. ആ വിശ്വം മയക്കുന്ന ചിരി കൊണ്ട് വിശ്വം മുഴുവൻ തൻ്റെ വരുതിയിലാക്കിയ വാസുദേവൻ്റെ കഥ. കൃഷ്ണൻ്റെ ചിരി. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്തായാലും നമ്മുടെ ഈ കൃഷ്ണ നഗരിയിൽ എന്തായാലും നമ്മുടെ ഏറ്റവും ഭഗവാന്റെ ആ അനുഗ്രഹങ്ങൾ ഭഗവാനെ തൊട്ട് വണങ്ങിയ ശ്രീ തോട്ടം ശിവകരൻ നമ്പൂതിരിയെ, ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിയെ അദ്ദേഹത്തെ ഒന്നൊരു കയ്യോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഭഗവാനെ തൊടാനുള്ള ഭാഗ്യം. കാരണം നമ്മളൊക്കെ ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ആ ഭഗവാന്റെ കൂടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ബ്രഹ്മശ്രീ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിയെ എന്തായാലും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മുടെ പുസ്തകം ഏറ്റുവാങ്ങുന്ന മുൻ ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് അവർകളെ എന്തായാലും പൈതൃകത്തിൻ്റെ ചീഫ് കോർഡിനേറ്റർ, ഗുരുവായൂരിൻ്റെ എല്ലാ രംഗത്തെയും നിറസാന്നിധ്യമായ വേറിട്ട വ്യക്തിത്വമായ അഡ്വക്കേറ്റ് രവി ചെങ്കത്ത് അവർകളെ സ്നേഹത്തോടെ എന്തായാലും ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ K രാധാകൃഷ്ണൻ നായരാണ്. അദ്ദേഹം റിട്ടയർ കൺസ്യൂമർ കോർട്ട് ജഡ്ജാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ കൃഷ്ണൻ്റെ ചിരി രചിച്ച ഏറ്റവും പ്രിയങ്കരനായ അനിയൻ തലയാറ്റുംപുള്ളി, അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്ന് ഇപ്പോൾ ഒരുപാട് പേര് എത്തേണ്ട ഒരു വളരെ മഹനീയമായ ഒരു വേദി തന്നെയാണ്. പക്ഷെ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉള്ള ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിൽ പലരും പങ്കെടുക്കുന്ന മറ്റൊരു പുസ്തക പ്രകാശനവും കൂടിയും ഇതേ സമയത്ത് മറ്റൊരു ഹാളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വേദിയിൽ കുറച്ച് ആൾക്കാർ കുറഞ്ഞത്. പക്ഷേ എങ്കിലും ഉള്ളവരെല്ലാം തന്നെ എന്താ പറയുക, ഇവിടെയൊക്കെ ഓരോ കസേരയുടെ ചുറ്റും ആ ഉണ്ണിക്കണ്ണൻ്റെ പാദസ്പർശനമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും അത്രയും ഏറ്റവും മഹനീയ വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. പൈതൃകത്തിൻ്റെ ഡോക്ടറെ പോലത്തെ, വേലായുധേട്ടനെ പോലത്തെ, സുഗതേട്ടനെ പോലത്തെ, വരുണേട്ടനെ പോലത്തെ, സ്നേഹസ്പർശത്തിൻ്റെ ജനറൽ സെക്രട്ടറി PP വർഗീസ് അവർകളെ പോലത്തെ, അങ്ങനെ നിരവധി പേരുണ്ട് ഇവിടെ. രവീന്ദ്രൻ വട്ടരംഗത്തിനെ പോലത്തെ. എന്തായാലും നമ്മുടെ ഈ പ്രബോധ ട്രസ്റ്റിൻ്റെ ഏറ്റവും ആദരണീയനായ DD നവീൻ കുമാർ അവർകളെ സ്നേഹത്തോടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ പവിത്രമായ മണ്ണിൽ സാക്ഷാൽ കൃഷ്ണൻ്റെ തിരുനടയിൽ വെച്ച് തന്നെ ശ്രീ അനിയൻ തലയാറ്റുംപള്ളി രചിച്ച കൃഷ്ണൻ്റെ ചിരി എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ പ്രകാശന കർമ്മം നടക്കുന്നു എന്നതുപോലും ശ്രീ ഗുരുവായൂരപ്പൻ നൽകിയ ഒരു നിയോഗമാകാം. അതും ഏറ്റുവാങ്ങുന്നത് സാമവേദ പണ്ഡിതനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, ഇതിനു മുമ്പേ തൊട്ട് മുൻപേ നമുക്ക് പല പരിപാടികളിലും മുൻ മേൽശാന്തി എന്ന് പറയുമ്പോൾ കുറേ മുൻ മേൽശാന്തി ആണാവാറ്. ഇതിപ്പോൾ തൊട്ട് മുന്നേ ഇപ്പോൾ നമ്മുടെ ഓദിക്കൻ ശ്രീനാഥ് നമ്പൂതിരിക്ക് തൊട്ട് മുമ്പേയുള്ള മേൽശാന്തി തന്നെയാണ് എന്നുള്ളത് ഏറ്റവും ഭാഗ്യം തന്നെയാണത്. അത് ഗുരുവായൂരിലെ ഓരോ ഭക്തൻ്റെയും സന്തോഷം കൂടിയാണ്. അദ്ദേഹമാണ് ഇത് ഏറ്റുവാങ്ങുന്നത്. നൽകുന്നത് ഏറ്റവും ഭക്തനും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ കർമ്മനിരതനുമായിട്ടുള്ള റിട്ടയർ ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് അവർകളാണ്. എന്തായാലും ഇന്ന് യോഗം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി ശ്രീമതി മായാദേവിയെ സ്നേഹപൂർവ്വം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഗുരുവായൂരിലെ മാധ്യമ ഒരുപാട് പേർക്ക്
നന്മകൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാർത്തകളിലൂടെ പലരും ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരിൻ്റെ ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകനായ മലയാള മനോരമയുടെ ശ്രീ വി പി ഉണ്ണികൃഷ്ണൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മികൾ നീട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മികൾ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മികൾ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. ഗുരുവായൂരിൻ്റെ സമസ്ത മേഖലകളിലെയും നിറ സാന്നിധ്യമായ അഡ്വക്കേറ്റ് രവി ചെങ്കത്ത് അവർകളാണ്. അദ്ദേഹം പൈതൃകത്തിൻ്റെ കോർഡിനേറ്ററാണ്. പുരാതന നായർ തറവാട് കൂട്ടായ്മ ഉണ്ടാക്കിയ ഒരാളാണ്. ഇപ്പോൾ അടുത്ത് തന്നെ സംസ്ഥാന PTA ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ഒരു അവാർഡ് പോലും കരസ്ഥമാക്കിയതാണ്. കാരണം നിശബ്ദമായി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആ ഏറ്റവും നല്ല വ്യക്തിത്വത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ കെ രാധാകൃഷ്ണൻ നായർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, പൈതൃകം ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സ്നേഹസ്പർശം എന്ന സംഘടനയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൽ ഇത്തരമൊരു പ്രകാശന കർമ്മം നടക്കുമ്പോൾ, പുസ്തക പ്രകാശന കർമ്മം നടക്കുമ്പോൾ അതിൽ പങ്കാളികളാകാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം, കൃഷ്ണൻ്റെ ചിരി എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഗുരുവായൂരിൽ നടത്തണമെന്ന് ആദ്യമായിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞത് മനോരമ ലേഖകൻ വി പി ഉണ്ണികൃഷ്ണനാണ്. ആ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നവീൻ സാർ നമ്മളെ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സ്നേഹസ്പർശം എന്ന സംഘടനയുമായി ചേർന്ന് ഇത്തരമൊരു പരിപാടി നടത്തണമെന്ന ഒരു ഉദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അനിൽ പറഞ്ഞതുപോലെ സാധാരണയിൽ കുറഞ്ഞ ആളുകളാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് പ്രധാന കാരണം തിരുവനന്തപുരത്ത് ഇതേപോലെ തന്നെ ഒരു പുസ്തക പ്രകാശനം നടത്തപ്പെടുകയാണ്. ആ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഒരു പരിപാടി തീർക്കണമെന്നാണ് സംഘാടകരുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിലെ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട റിട്ടയർഡ് കൺസ്യൂമർ കോർട്ട് റിട്ടയർഡ് ജഡ്ജ് കെ രാധാകൃഷ്ണൻ നായർ അവകളാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ കൃഷ്ണൻ്റെ ചിരി എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട, നേരത്തെ അനിൽ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ദേവൻ്റെ ഒപ്പമിരുന്ന് അല്ലെങ്കിൽ തൊടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള തോട്ടം ശിവകരൻ നമ്പൂതിരി അവകളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി, ഗുരുവായൂർ മുൻ മേശാന്തിയാണ്, അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ യോഗത്തിൽ പുസ്തക പരിചയം നടത്തുന്നത് പുരാണ പ്രഭാഷകനായ KR ജയപ്രസാദ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് KR സജി കുമാരനാശാൻ സാംസ്കാരിക കേന്ദ്രം കൊച്ചിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം അതുപോലെ തന്നെ സ്നേഹസ്പർശം എന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഈ പുസ്തക പ്രകാശനം നടത്താനായിട്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന സ്നേഹസ്പർശത്തിൽ മാത്രമല്ല ഗുരുവായൂരിൻ്റെ എല്ലാ പൊതുകാര്യങ്ങളിലുമൊക്കെ നമ്മളോടൊപ്പമുള്ള എന്ത് കാര്യത്തിനും ഗുരുവായൂരിലെത്തുന്ന റിട്ടയേർഡ് SP നമ്മുടെ ആരാധനായ ജയരാജ് സാറിൻ്റെ പേര് ജയരാജ് സാറിനെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവീൻ കുമാറാണ് നമ്മളെ ഈ യോഗത്തിലേക്ക് ഇത്തരമൊരു പരിപാടി വേണമെന്ന് വിളിച്ചത്. പ്രബോധ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കൃഷ്ണൻ്റെ ചിരി എന്ന പുസ്തകം ഇവിടെ ഗ്രന്ഥകർത്താവ് തലയാട്ടുംപള്ളി അനിയൻ അവകളാണ് ഗ്രന്ഥകർത്താവ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മലയാള മനോരമയുടെ ലേഖകൻ VP ഉണ്ണികൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹസ്പർശത്തിൻ്റെ അനിൽ കല്ലാറ്റ് അടക്കമുള്ള യോഗത്തിൽ പങ്കെടുക്കുന്ന സ്നേഹസ്പർശത്തിൻ്റെയും പൈതൃകം ഗ്രന്ഥശാല പ്രവർത്തകരെയും ഒക്കെ അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും ഈ വളരെ മനോഹരമായ ചടങ്ങിന്, സമ്പന്നമായ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ K രാധാകൃഷ്ണൻ നായർ അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഗുരുവായൂരപ്പനെ വണങ്ങി എൻ്റെ അധ്യക്ഷ പ്രസംഗം ആരംഭിക്കുകയാണ്. ആരാധ്യരായ വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ വളരെ 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 സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ തൃശ്ശൂർ ഉപഭോക്തൃ കോടതിയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞ 2 വർഷങ്ങളായി സേവനം ചെയ്തൊരു വ്യക്തിയാണ്. ഗുരുവായൂരപ്പനെ വണങ്ങി എന്ന് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഗുരുവായൂരപ്പനെതിരെ ഒരു കേസ് എൻ്റെ മുന്നിൽ വന്നിരുന്നു. അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഇവിടെ പൂജയ്ക്ക് 1.5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ആ ദിവസം ഉദയാസ്തമന പൂജയാണെന്ന് തോന്നുന്നു, നടന്നില്ല. 1-2 അവധികൾ കൊടുത്തിട്ടും ആ സമയത്തൊന്നും നടന്നില്ല. അദ്ദേഹം ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. ഞാനിരിക്കുമ്പോഴാണ് അതിൻ്റെ വിവാദങ്ങൾ വളരെ പോകുന്നത്. അവസാനം വക്കീലന്മാരെ എല്ലാവരെയും വിളിച്ചത് നമുക്ക് തീർക്കണം, ഗുരുവായൂരപ്പൻ്റെ കേസാണ്, വിവാദങ്ങളൊന്നും വേണ്ട, അത് നമുക്ക് തീർക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കോവിഡ് വന്ന് നമ്മെ ആക്രമിക്കുന്നത്. കോവിഡ് കഴിഞ്ഞു. ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. ആ കേസിൻ്റെ ഗതി എന്താണെന്നിപ്പോൾ എനിക്കറിയില്ല. അത് ഗുരുവായൂർ ദേവസ്വത്തിനും ഒക്കെ അറിയാനൊക്കത്തുള്ള എന്താണ്. പക്ഷേ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു ഗുരുവായൂരപ്പന് അനുകൂലമായിട്ടുള്ളൊരു വിധി എഴുതിയിട്ട് വേണം പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ നടന്നില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തെ ഗുരുവായൂരപ്പനെ വീണ്ടും വണങ്ങിക്കൊണ്ട്, അധികം ഒന്നും പറയാൻ പാടില്ല എന്ന് എനിക്കൊരു വിലക്കുണ്ട്. 6 മണിക്ക് പരിപാടികൾ തീരണം. കൃഷ്ണൻ്റെ ചിരി ഇത് 2ാം പതിപ്പാണ്. ആദ്യ പതിപ്പ് ഇറങ്ങി ഈ പ്രബോധ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി, ഞാനിവിടെ ഒരു ജഡ്ജി ആയതുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടു, ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രമുഖരെ ഒന്ന് വിളിച്ചു പറയണം, കൃഷ്ണൻ്റെ ചിരി കുറച്ച് ബുക്കെങ്കിലും അവർ ലൈബ്രറിക്ക് വാങ്ങണം. ഞങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ കൊടുത്തു. ബോർഡ് സെലക്ട് ചെയ്തിട്ട് വേണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഏതായാലും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് കൃഷ്ണൻ്റെ ചിരി അവർ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കി കൃഷ്ണൻ്റെ ചിരി സാഹിത്യ നിലവാരത്തിലും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ നിലവാരത്തിലുമൊക്കെ മേന്മയേറിയ ഒരു കൃതിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുതന്നെ അനിയൻ തലയാറ്റുപള്ളി ഒരു വലിയൊരു ഗ്രന്ഥകർത്താവാണ്.
കഴിഞ്ഞ ഡിസംബർ 1 മുതൽ 10 വരെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അനവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിരുന്നു. അതിൽ ഒന്ന് ദുബായ് ഒരു അത്ഭുത ലോകമെന്ന് പറയുന്ന അനിയൻ തലയാറ്റുപള്ളിയുടെ ഒരു പുസ്തകം അവിടെ പ്രകാശനം ചെയ്തിരുന്നു. അതിലൊക്കെ ഞങ്ങൾ ഭാഗവാക്കായി. എന്തായാലും പുസ്തകത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട പുരാണ പ്രഭാഷകനായ ജയപ്രസാദ് സാറ് അത് അവതരിപ്പിക്കും. അതുപോലെ തന്നെ പുസ്തക പ്രകാശനം നടത്തുന്ന ശ്രീ RK ജയരാജ് സാറ്, അവരെല്ലാം തന്നെ ഈ സദസ്സ് സമ്പന്നമാക്കിയിരിക്കുകയാണ്. ഞാനത് കൂടുതലായിട്ട് ഒത്തിരി പറയാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ തലയാറ്റുപള്ളി പറയാത്ത ചില കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനത് പറയുന്നില്ല. കൃഷ്ണൻ്റെ ചിരി ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട്, കൃഷ്ണൻ വളരെ പ്രഗത്ഭനായ ഒരു മാനേജ്മെൻറ്റ് ഗുരു. എൻ്റെ ഒരു പുസ്തകമുണ്ട്, മാനേജ്മെൻറ്റ് ഗുരു എന്ന് പറയുന്നത്. ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് ലോക എല്ലാ ആളുകളും ബഹുമാനിക്കേണ്ട, അത് അദ്ദേഹത്തെ മാതൃകയാക്കേണ്ട ഒരു പുരുഷൻ തന്നെയാണ്, മാതൃകാ പുരുഷൻ തന്നെയാണ് കൃഷ്ണൻ. സാധാരണഗതിയിൽ തമാശയാണെങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൃഷ്ണൻ കുളിക്കാനിറങ്ങി, ഗോപികമാർ കുളിക്കാനിറങ്ങി, ആ ഗോപികമാരുടെ വസ്ത്രങ്ങളൊക്കെ കൃഷ്ണൻ എടുത്തുകൊണ്ട് പോയി. അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കഥയാണ്. അപ്പോൾ അവരെല്ലാം കൃഷ്ണനാണ് എടുത്തുകൊണ്ട് പോയെന്ന് അറിഞ്ഞിട്ട് ഈ കടവിൽ നിന്ന് എഴുന്നേറ്റ്, ഭഗവാനല്ലേ ഒന്നും വണങ്ങി, ഒരു കൈ കൊണ്ട് വണങ്ങി. കൃഷ്ണൻ പറഞ്ഞു, ഒരു കൈ കൊണ്ട് ഒരു അനുഷ്ഠാനം അനുസരിച്ച് ഒരു കൈ കൊണ്ടല്ല വണങ്ങേണ്ടത്, 2 കൈ കൊണ്ടും, ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് വണങ്ങി. അത് പാടില്ല. ഈ തൊഴുകയാണെങ്കിൽ 2 കൈ കൊണ്ട് തൊഴണം. അപ്പോൾ അങ്ങനെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ. എല്ലാവരെയും, ഇപ്പം എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ശ്രീകൃഷ്ണൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലേലും എന്നെ കളിയാക്കും ആളുകൾ. കൃഷ്ണൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് വളരെ അഭിമാനത്തോടു കൂടി അത് കൃഷ്ണൻ്റെ യാതൊരു ഗുണങ്ങളും എനിക്കില്ലെങ്കിൽ പോലും ഞാൻ അഭിമാനിക്കുന്നു. എന്തായാലും തലയാറ്റുപള്ളിയെ നമ്മൾ അനുമോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 3-ാം പതിപ്പ് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്, അത് ക്ഷമിക്കണം. 2-ാം പതിപ്പിലും വന്നു കൂടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, വലിയ വലിയ പ്രൊഫസർമാരാണ് അതൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും തെറ്റുകൾ കൂടപ്പുറപ്പാണ്. അത് 3-ാം പതിപ്പിൽ ആ തെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല പരിപൂർണമായ ഒരു തെറ്റില്ലാത്ത ഒരു പുസ്തകം 3-ാം പതിപ്പ് ഇതിൽ കൂടുതൽ പതിപ്പുകളോട് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും തലയാറ്റുപള്ളിക്കും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് വളരെ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ അധ്യക്ഷ പ്രസംഗം ഇവിടെ നിർത്തുന്നു. സമയം ദീർഘിപ്പിച്ചില്ല എന്ന് ഞാൻ കരുതുന്നു. എന്നോട് ദീർഘിച്ചെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി ഒരു അപേക്ഷ കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇവിടെ കൃഷ്ണൻ്റെ ചിരി എന്ന ആ മനോഹരമായ ആ പുസ്തകം ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് KR ജയപ്രകാശ് എന്ന പുരാണ പ്രഭാഷകനാണ്. KR ജയപ്രസാദ് എന്ന പുരാണ പ്രഭാഷകനാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ രാധാകൃഷ്ണൻ അവറുകൾ, ഗുരുവായൂരപ്പനെ തൊട്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റിയ തിരുമേനി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഗുരുവായൂരപ്പൻ്റെ നടയിൽ വന്ന് കൃഷ്ണൻ്റെ ചിരി എന്ന തലയാറ്റൂർ പറമ്പിൻ്റെ 2-ാം പതിപ്പ് ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ലോകത്ത് 2 ഇതിഹാസ ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് രാമായണം, ഒന്ന് മഹാഭാരതം. അലക്സാണ്ടർ ചക്രവർത്തി മഹാഭാരതം വായിച്ചിട്ടുണ്ട്, ചാണക്യൻ മഹാഭാരതം വായിച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെയാണ് നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ മഹാഭാരതത്തെക്കുറിച്ച് കഥകൾ ഇതേപോലെ ചെറിയ രീതിയിൽ നമ്മളെ പറഞ്ഞ് ബോധവാന്മാരാക്കാറുണ്ട്. ശങ്കരാചാര്യ നമ്മളെ ബോധവാന്മാരാക്കാറുണ്ട്. ശ്രീബുദ്ധൻ നമ്മളെ ഇതേപോലെ പറഞ്ഞ് ബോധവാന്മാരാക്കാറുണ്ട്. പക്ഷേ മഹാഭാരതം മുഴുവൻ വായിച്ചാലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പണ്ട് സീരിയലൊക്കെ കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയും. ഇന്ന് വളരെ പെട്ടെന്ന്
കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ 80 വാല്യങ്ങൾ 80 പേജ് വായിച്ചാൽ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചുള്ള കഥകൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും എളുപ്പം വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കാരണം നമ്മളറിയാത്ത ചില രഹസ്യ കഥകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കർണൻ്റെ ദാനം. അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് പറയും, ഞാനാണ് ദാനശീലൻ, പക്ഷേ എൻ്റെ ദാനത്തെക്കുറിച്ച് ആരും പ്രശംസിക്കുന്നില്ല. കർണൻ്റെ ദാനത്തെക്കുറിച്ചാണ് പ്രശംസിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ പറയും, ഇതൊന്ന് പരീക്ഷിക്കാം. കൃഷ്ണൻ അർജുനനെ കൊണ്ടുപോയിട്ട് കൃഷ്ണൻ്റെ ദിവ്യദൃഷ്ടിയിൽ ഒരു സ്വർണ്ണമല സൃഷ്ടിച്ച് അർജുനൻ്റെ തുടങ്ങി, ഈ മല ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിനക്ക് ദാനം ചെയ്യാം. അപ്പോൾ അർജുനൻ മഴയൊക്കെ എടുത്തിട്ട് മല വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആളുകൾക്ക് ദാനം ചെയ്യണം. വൈകുന്നേരത്തുള്ളിൽ ദാനം ചെയ്ത് തീർക്കണമെന്നാണ് പറഞ്ഞത്. അർജുനൻ ഉച്ചയായിട്ടും കാൽഭാഗം പോലും ആയില്ല. വൈകുന്നേരമായി, അസ്തമിക്കാറായി. അർജുനൻ അതിൽ പരാജയപ്പെട്ട്, ശ്രീകൃഷ്ണൻ ഞാൻ പരാജയപ്പെട്ട്. അപ്പോൾ ദാനം ചെയ്യുന്ന അദ്ദേഹം ദാനം ചെയ്യണ കാര്യത്തെക്കുറിച്ച് അർജുനൻ അതിൽ പരാജയപ്പെട്ട്. കൃഷ്ണൻ അപ്പോൾ പറഞ്ഞു, ഞാനിത് വേറെ ആളെ വിളിക്കാം. കൃഷ്ണൻ ഉടനെ കർണനെ വിളിച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഈ സ്വർണ്ണമല വൈകുന്നേരത്തിനുള്ളിൽ നിനക്ക് തന്നെ നീ ദാനം ചെയ്യാം. അപ്പോൾ കർണൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, കർണൻ അത് കേൾക്കേണ്ട ഭാഗം, കർണൻ ഉടനെ മനസ്സറിഞ്ഞ് അത് ജനങ്ങൾക്ക് കൊടുത്ത് നിഷ്പ്രയാസം ആ മല ജനങ്ങളുടേതായി. അപ്പോൾ കർണൻ്റെയും അർജുൻ്റെയും ദാനത്തെക്കുറിച്ച് അർജുനനെ കൃഷ്ണൻ പറഞ്ഞു വെച്ചോ. കൃഷ്ണൻ ചിരിക്കണം. അർജുനൻ പരാജയപ്പെട്ട് കുമ്പിട്ട് കൃഷ്ണൻ ചിരിക്കണം. കർണൻ മനസ്സറിഞ്ഞാണ് ദാനം ചെയ്തത്. അതൊരു മെസ്സേജാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പ്രബോധ ബുക്ക് സ്റ്റാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മനസ്സറിഞ്ഞാണ്, എവിടെയാണ് അനീതി അവിടെയൊക്കെ കണ്ടെത്തി അവരെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ ഈ കഥയിൽ ഉൾക്കൊള്ളേണ്ട കാര്യമുണ്ട്. ഗ്രഹിച്ച് മനസ്സറിഞ്ഞിട്ടാണ് ഏത് കാര്യം, ഒരു കുട്ടിയെ നോക്കണമെങ്കിലും ഈശ്വരനെ കാണണമെങ്കിലും ഏത് കാര്യം, ഒരു തൊഴിൽ ചെയ്യുന്നെങ്കിലും മനസ്സറിഞ്ഞ് ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. അതുപോലെ തന്നെ കൃഷ്ണൻ പാഞ്ചാലിയായിട്ട് സംസാരിക്കണം. പാഞ്ചാലിക്ക് എങ്ങനത്തെ ഭർത്താവിന് വേണമെന്ന് ചോദിക്കും. അപ്പോൾ പാഞ്ചാലി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃഷ്ണൻ ഒരു ഛായാചിത്രം കാണിക്കണം. 5 ഗുണങ്ങളാണ്. അപ്പോൾ ഛായാചിത്രം കാണിക്കും, കർണനാണ് കാണിക്കണം. അപ്പം 5 ഗുണമുള്ള ആൾ കർണനാണ്. അപ്പോൾ പാഞ്ചാലി കർണനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാണ്ഡവർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പാഞ്ചാലി കർണനെ സ്നേഹിക്കേണ്ട ആയിരുന്നു, പാണ്ഡവർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പാഞ്ചാലി ഒരു ദിവസം മനോഹരമായ ഉദ്യാനത്ത് പോയപ്പോൾ ഒരു വൃക്ഷത്തിലൊരു പഴം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പഴം അങ്ങോട്ട് പറിച്ചെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. കൃഷ്ണൻ തടുത്ത്, ആ പഴം ഭക്ഷിക്കല്ലേ, അതൊരു മഹർഷി തപസ്സയാണ്, ആ മഹർഷിക്കുള്ളതാണ്. മഹർഷിക്ക് ആ പഴം കിട്ടിയില്ലെങ്കിൽ കോപം കൊണ്ട് ശപിക്കും. ഉടനെ പാഞ്ചാലിക്ക് ബുദ്ധിമുട്ടായി. പാഞ്ചാലി ഉടനെ ഇതിന് എന്താ മാർഗം എന്താ കൃഷ്ണൻ പറഞ്ഞ്, മനസ്സിൽ കാപട്യമുണ്ടെങ്കിൽ ആ പഴം അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, ഞാൻ കർണനെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ്, ഞാൻ കർണനെ സ്നേഹിച്ച കാര്യം പാണ്ഡവരടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ പാണ്ഡവരടുത്ത് പറഞ്ഞു. പാണ്ഡവരത് ഞെട്ടിപ്പോയി, ശത്രുവിനെ സ്നേഹിച്ച. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലുള്ള പ്രയാസം അവിടെ പറഞ്ഞ് ആ പഴം അവിടെ തന്നെ നിന്ന് പാഞ്ചാലി അത് എടുത്ത് സത്യസന്ധമായ കാര്യം ചെയ്തപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ പാഞ്ചാലി എടുത്ത് ഏത് 5 ഗുണങ്ങളുള്ള ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ് ഈ 5 ഗുണമുള്ള ആൾ കർണനാണ്. കർണന് വിവാഹം കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് 5 പേര് ഉള്ള പാണ്ഡവരെ വിവാഹം കഴിക്കുന്നത്. ഇത് പാഞ്ചാലിയുടെ ഒരു കഥ. ഇതുപോലെ ചെറിയ കഥകൾ, ഇതിൽ വലിയ മെസ്സേജൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കർണൻ വേറൊരു സമയത്ത് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ച്, അർജുനനും കർണനും തമ്മിലുള്ള വ്യത്യാസം. പ്രളയം വന്ന് ഒരു നാട്ടിലെ മുഴുവൻ വിറകുകളൊക്കെ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സാധുവായ മനുഷ്യൻ്റെ ഭാര്യ മരിച്ചപ്പോൾ വിറകന്വേഷിച്ച് അർജുൻ്റെ അടുത്ത് ചെന്നേക്കണം. അപ്പോൾ അർജുൻ്റെ നനയാത്ത കുറച്ച് വിറക് എനിക്ക് കിട്ടിയാൽ
എൻ്റെ ഭാര്യയെ ദഹിപ്പിക്കാനാന്ന് ചോദിച്ചു. അർജുൻ അവിടെയൊക്കെ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് വിറക് കിട്ടിയില്ല. അർജുൻ അതിൽ പരാജയപ്പെട്ട് അർജുൻ പറഞ്ഞു. അപ്പം ഈ മനുഷ്യൻ കൃഷ്ണൻ്റെ അടുത്ത് വന്നിന്. കൃഷ്ണൻ പറഞ്ഞ് താൻ കർണൻ്റെ അടുത്ത് പോയിക്കും. അപ്പോൾ ഈ മനുഷ്യൻ കർണൻ്റെ അടുത്ത് പോയി. കർണൻ്റെ അടുത്ത് പോയപ്പോൾ കർണൻ ഒന്നും നോക്കിയില്ല. വീട്ടിലിരിക്കുന്ന അവിടെ മഴ പിടിച്ച എല്ലാം നനഞ്ഞ് നിൽക്കണേ വീട്ടിലെ ചന്ദന കട്ടിൽ അങ്ങോട്ട് വെട്ടിപ്പൊളിച്ച് വിറക് കഷ്ണമായിട്ട് ഈ യുവാവിനെ ഏൽപ്പിച്ച് ഭാര്യയെ ദഹിപ്പിച്ച്. അപ്പം അർജുൻ ഈ കൃഷ്ണൻ്റെ അടുത്ത് കുമ്പിടനാണ്. തെറ്റ് ബോധ്യപ്പെട്ടു. നിൻ്റെ വീട്ടിലും കട്ടിലൊക്കെ ഉണ്ടായില്ലേ, നിനക്കത് കൊടുക്കാൻ പറ്റില്ല. അതാണ് കർണൻ്റെ ദാനം. അതാണ് കർണൻ്റെ ദാനത്തിന് മുമ്പിൽ മനസ്സറിഞ്ഞുള്ള ദാനമാണ്. ഇതേപോലെ ഒരുപാട് കഥകൾ ഇതിലുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ ഈ വൈകുന്നേരം ഇപ്പോൾ 5 മണി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 2 കുട്ടികളുണ്ട്. നമുക്കറിയാം പല സ്ഥലത്തും പല രീതിയിലും കഞ്ചാവ്, മയക്കുമരുന്ന്, MDM ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോ ഇത്തരത്തിലുള്ള കഥകളോ ഇവർക്ക് ആർക്കറിഞ്ഞൂടാ. രക്ഷിതാക്കളാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവർ പറഞ്ഞ കുട്ടികൾ നിൽക്കുന്നില്ല. പക്ഷെ അവരെ ബോധവാന്മാരാക്കേണ്ട ചുമതല അച്ഛനും അമ്മയ്ക്കാണ്. കാരണം നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് എറണാകുളം SP-യുടെ 2 മക്കൾ MDM-ന് അടിമയായിട്ട് സുഭാഷ് പാർക്കിൽ കിടക്കണം. അപ്പോൾ ജോലിയുള്ള ആളുകളാണ്. MDM അടിച്ചിട്ട് കിടക്കണം. നല്ല സമ്പന്നുള്ള കുടുംബമാണ്. വീട്ടിൽ ശ്രദ്ധിക്കാനില്ല. അച്ഛനും അമ്മയും ജോലിക്ക് പോവും, മക്കൾക്ക് ഇഷ്ടം പോലെ കാശ് തരും. ഇത് തന്നെ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നുണ്ട്. ഇതിനൊരു നിയന്ത്രണമില്ല. എങ്ങനെ കൂടുതൽ സുഖം അന്വേഷിച്ച് അല്ലെങ്കിൽ കൂടുതൽ ലഹരി അന്വേഷിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കൃഷ്ണൻ്റെ ചിരി പോലുള്ള ചെറിയ പുസ്തകമായാലും നമ്മുടെ കുട്ടികളെ വായിക്കാനും വിദ്യാർത്ഥികളെയും യുവാക്കളെയും വായിക്കാനും ഇതിൽ നിന്ന് ഒരു ബോധോദയം അവർക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ പരിശ്രമിച്ചാൽ നമ്മളുടെ കുടുംബത്തിലെങ്കിലും നമുക്ക് സാധിക്കും. ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികൾ ഉദ്ദേശിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കൃഷ്ണൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും ശ്രീകൃഷ്ണനെ ആദരിക്കുന്നു. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. മാതൃകാ പുരുഷനാണ് അദ്ദേഹം. ഗാന്ധാരി ശപിച്ചപ്പോൾ ചിരിച്ച്, പാണ്ഡവർ വ്യസനം വന്നപ്പോൾ ചിരിച്ച്, കുന്തിദേവിക്ക് സങ്കടം വന്നപ്പോൾ ചിരിച്ച്, വേടൻ അമ്പ് കൊണ്ടപ്പോൾ ചിരിച്ച്. ഏത് സമയത്തും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഒരു മാതൃകാപുരുഷൻ എങ്ങനെയായിരിക്കണമെന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ വരും തലമുറക്കും ഇനിയുള്ള കുട്ടികൾക്കും എന്നെന്നും പ്രചോദനമാകും. ഒരുപാട് കഥകളുണ്ട് ഇതിൽ, 80ഓളം കഥകളുണ്ട്. സമയം വളരെ നിക്ഷിപ്തമായിരിക്കുന്നുണ്ട്. 5-10 മിനിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കഥകൾ നമ്മൾ ഓരോരുത്തർക്കും ഈ ബുക്കുകൾ മേടിച്ച് വായിക്കാനും ഏതൊക്കെ ലൈബ്രറികളുണ്ടോ ഏതൊക്കെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ ബുക്കുകൾ എത്തിക്കാൻ സാധിക്കുമോ ഇതൊരു പ്രചോദനമാണ്. കാരണം മഹാത്മാഗാന്ധിയുടെ ആദർശം ഉൾക്കൊണ്ട് നടക്കുന്ന പ്രബോധ ട്രസ്റ്റ് ഈ കഴിഞ്ഞ മാസം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ കഥകൾ വായിച്ചിട്ട് ആ തെറ്റ് പീഡനത്തിൽ ഇരയായ കുട്ടിയാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പോൾ മഹാത്മാഗാന്ധി സത്യാന്വേഷണ കഥകൾ വായിച്ചിട്ട് ആ കുട്ടി ആ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് പറയണം അതിൻ്റെ പീഡന അനുഭവം. നുണ പറയരുത്, കളവ് പറയരുത്. ആ കുട്ടി പറഞ്ഞപ്പോൾ അത് സ്കൂൾ അധികൃതർ ഏറ്റെടുത്ത് അത് കോടതിയിൽ എത്തിച്ച് അതിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് 104 വർഷം ശിക്ഷ കിട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം. ഈ കഴിഞ്ഞ മാസം നടന്നതാണ്. പത്രത്തിലുള്ള ഒരു ബുക്ക് വായിക്കുമ്പോഴാണ് അതിലെ കഴമ്പ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ കഴമ്പ് മനസ്സിലാക്കി ഈശ്വരനൊപ്പം ചേരാൻ നമ്മൾ പറയാം, ദുഷ്ടപ്രവർത്തികൾ ചെയ്തു പോയിടിലും ശിഷ്ടമാം ഭക്തിക്കു പാത്രമായിടുകിൽ മുക്തി ലഭിക്കുമെന്നല്ലയോ കംസനും 10 മൂകനും പഠിപ്പിച്ചു നമ്മളെ. രാമായണത്തിലെയും ഭാഗവതത്തിലെയും കഥകൾ കോർത്തിണക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എഴുതിയ ഈ ബുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് അവർകളാണ്. അദ്ദേഹം ഇപ്പോഴും കേരളത്തിലുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ
SIമാരായി വരുന്നവരെ, CIമാരായി വരുന്നവർക്ക് പോലീസ് അക്കാഡമിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അദ്ദേഹം തന്നെയാണ് ഈ സ്നേഹസ്പർശത്തിൻ്റെ ഏറ്റവും നല്ല വഴികാട്ടിയായി ഇപ്പോഴും മുതിർന്ന പൗരന്മാരെ ഒരേ കുടക്കീഴിൽ ഒത്തിണക്കി കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്കായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എന്തായാലും നമ്മളെല്ലാവരും കാത്തിരുന്ന ആ കൃഷ്ണൻ്റെ ചിരി എന്ന ഗ്രന്ഥത്തിൻ്റെ 2ാം പതിപ്പിൻ്റെ പ്രകാശന കർമ്മമാണ്. പ്രകാശനം ചെയ്യുന്നത് RK ജയരാജ് അവർകളാണ്. അത് ഏറ്റുവാങ്ങുന്നത് ഭഗവാന്റെ ഏറ്റവും സാമവേദ പണ്ഡിതനായിരുന്ന, ഇപ്പോൾ ഈ തൊട്ട് മുന്നേ ഗുരുവായൂരിൽ നിന്നും പുറപ്പെടാശാന്തി എന്ന് പറഞ്ഞ് ഇപ്പോൾ പുറപ്പെട്ടു പോയി ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ആദരണീയനായ, ഏറ്റവും മഹനീയ വ്യക്തിയായിട്ടുള്ള ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിയാണ് അത് ഏറ്റുവാങ്ങുന്നത്. ആ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രകാശനകർമ്മം നിർവഹിച്ച RK ജയരാജ് അവർകളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നല്ല വാക്കുകൾക്കായി. ഓം നമോ നാരായണ. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ K രാധാകൃഷ്ണൻ സാർ അവർകൾ, മുൻ മേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി അവർകൾ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗുരുവായൂരുകാരനല്ലെങ്കിലും കഴിഞ്ഞ 33 വർഷമായിട്ട് ഗുരുവായൂരിൽ ഒരു ഭക്തൻ എന്ന നിലയിലും ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. പലപ്പോഴും പല ചടങ്ങുകളിലും പറയാറുണ്ട്, മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് എന്നെ കണ്ണ് കെട്ടിയിട്ട് എന്നെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ഗുരുവായൂരിൻ്റെ ഇന്നർ റിങ്ങും ഔട്ടർ റിങ്ങും കഴിഞ്ഞ് നേരെ ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ വഴി തെറ്റാതെ ഞാൻ വന്ന് നിൽക്കും. അത്രയധികം പ്രാവശ്യം ഞാൻ ഈ കൃഷ്ണനഗരിയിൽ ഗുരുഭവനപുരിയിൽ ഞാൻ നടന്നിട്ടുണ്ട്. ഓരോ ഏകാദശികൾ വരുമ്പോഴും ഉത്സവങ്ങൾ വരുമ്പോഴും ആയിരങ്ങളും പതിനായിരങ്ങളും തൊഴാൻ നിൽക്കുമ്പോഴും അവിടെ ഒരു ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ എന്നുള്ളതിൽ ഉപരിയായിട്ട് കൃഷ്ണഭക്തരായിട്ടുള്ള ആളുകളുടെ ആ ബോഡി ലാംഗ്വേജാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് എന്നെ ഒരുപാട് എന്താ പറയുക മനസ്സ് നിറച്ചത്. പല കുടുംബ പശ്ചാത്തലമുള്ളവരൊക്കെ ഒറ്റ ലുക്കിലൊരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ ഒരാളുടെ ദാരിദ്ര്യമോ അയാളുടെ ഒരു ക്രിമിനൽ സ്വഭാവം എന്നുള്ളതല്ല, അയാളുടെ ദൈന്യത എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് എനിക്ക് കഴിയാറുണ്ട്. ആ ക്യൂ നിൽക്കുന്ന ആളുകളായാലും അവസാനം ആ സോപാനത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ആ കൈകൂപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുഖങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിർമാല്യത്തിന് നട തുറക്കുമ്പോൾ ഭഗവാനെ എന്ന് വിളിക്കുന്ന ആ ഒരു കരച്ചിലും സങ്കടവും സന്തോഷവും വന്നിട്ടുള്ള വിളിക്കുമ്പോൾ അവരുടെ മുഖം, ആ പ്രകാശം വളരെ അപൂർവം പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒന്നുകിൽ എല്ലാവരും ഭഗവാനെ നോക്കും, ഡ്യൂട്ടിയിലുള്ള ആളുകളാണെങ്കിൽ ഇവർ ക്യൂ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കും. അവരുടെ മുഖഭാവം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ എന്നെ വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമായിരിക്കാം മറ്റുള്ളവരുടെ ദൈന്യതകളിൽ എന്തെങ്കിലും ചെയ്യാവുന്നത് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഒരു അവസരമാണ് എനിക്ക് ഗുരുവായൂർ കിട്ടുന്നത്. ആദ്യമായിട്ട് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാമായണ പ്രഭാഷണം നടത്താനായിട്ട് ഒരിക്കലും ഇവിടുത്തെ ACP ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അവസരം ഉണ്ടായി. അതൊരു മഹാഭാഗ്യം. രണ്ടാമത് നോക്കൂ, മഞ്ജുലാലിൻ്റെ ഇത്ര അടുത്ത് നിന്നിട്ട്, അതും ഇവിടുത്തെ ശിവകരൻ നമ്പൂതിരി എന്ന ആ മഹാപണ്ഡിതനായിട്ടുള്ള മുൻ മേൽശാന്തിക്ക് ഒരു കൃഷ്ണൻ്റെ ചിരി എന്നൊരു പുസ്തകം കൊടുക്കാനായിട്ടുള്ള ഒരു നിമിത്തമായിട്ട് അത് വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മരണം വരെ മറക്കാനാകാത്തൊരു വലിയൊരു അനുഭവമാണ്. വലിയൊരു വാക്കുകളൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ഈ കൃതി പരിചയപ്പെടുത്തി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. കാരണം 1,00,000 ശ്ലോകം, 2000 അധ്യായങ്ങൾ, 18 പർവ്വങ്ങൾ, മഹാഭാരതം, ഇത് ആറ്റിക്കുറുക്കി ഒരു സംസ്കൃത വാക്കുപോലും ഇല്ലാതെ, ഒരു ശ്ലോകം പോലും ഉദ്ധരിക്കാതെ
70 പേജ് കൊണ്ടാണ് ഒതുക്കിയിരിക്കുന്നത് ഈ പുസ്തകം. അതുകൊണ്ടാണ് ഇവിടെ പബ്ലിക്കേഷൻസിൽ വന്ന് വളരെ ചുരുങ്ങിയ ദിവസത്തിനകത്ത് പുസ്തകം വിറ്റ് തീർന്നു പോയി 1-ാം പതിപ്പ്. കാരണം നമ്മൾക്ക് ഇവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഗ്രന്ഥശാലകളിൽ. പക്ഷേ നമ്മുടെ എല്ലാ പുരാണങ്ങളും സംസ്കൃത ഭാഷയിലാണ്. ഇപ്പോൾ ശബരിമല 18-ാം പടി കയറി ചെല്ലുമ്പോൾ സാമവേദ ഉപനിഷത്തായ ചാന്തോക്യത്തിലെ തത്വമസി അവിടെ വളരെ വലിയ ലൈറ്റിൽ ഇല്യൂമിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പോകുന്ന അയ്യപ്പ ഭക്തന്മാരാരും ഇതിൻ്റെ അർത്ഥം തേടി പോകാറില്ല. കാരണം നമ്മുടെ ഗീതയായാലും മറ്റെല്ലാം ഉപനിഷത്തുകളായാലും തത്വജ്ഞാനത്തിൻ്റെ കൊടുമുടികളാണ്. എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയില്ല, ദുർഗ്രാഹ്യമാണ്, ഗഹനമാണ്. അപ്പോൾ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ ഇങ്ങനെ ചുരുക്കി കൺസൈസ് ചെയ്ത് എഴുതണമെങ്കിൽ അതിന് അപാര പാണ്ഡിത്യം വേണം. എളുപ്പമല്ല. കാരണം മഹാഭാരതത്തിൽ പല സ്ഥലത്തായിട്ട് കിടക്കുന്ന കഥാസന്ദർഭങ്ങളെ ഒരു മുത്തുമാലയിൽ കോർത്തെന്ന മട്ടിൽ വളരെ ലളിതമായി ഏതൊരു ലേമേനും മനസ്സിലാക്കുന്ന രീതിയിൽ ഇത്ര മനോഹരമായിട്ട് എഴുതാൻ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ ആർക്കും കഴിയില്ല. അത് നാവോളമുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ തൊഴുതിട്ടാണ് വരുന്നത്. അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ നാരായണീയം എഴുതി എന്ന് കരുതപ്പെടുന്ന ആ പലകയിലൊന്ന് തൊട്ടിട്ടാണ് പോകുന്നത്. നാരായണീയം അതിനകത്ത് അവസാനം മേൽപ്പത്തൂർ പറയുന്നുണ്ടല്ലോ, ഇത്രയും വർണ്ണിച്ചും കഴിഞ്ഞിട്ടും പറയുന്നുണ്ടല്ലോ, അജ്ഞാത്വത്തെ മഹത്വം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇത്രയും വർണ്ണിച്ചിട്ടും വീണ്ടും വിനയാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥകർത്താവ്, അപ്പോൾ ആ ഗ്രന്ഥകർത്താവിന് ആശംസകൾ നേരുകയാണ്. അതിൽ ഒരുപാട് കഥാസന്ദർഭങ്ങൾ അതിനകത്തുണ്ട്. ആർക്കും മനസ്സിലാവാവുന്നതാണ്, ഒരു ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാവുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്നൊരു ഭാവം അതിനകത്ത് ഗാന്ധാരി എന്ന മാതാവിനെയാണ്. കാരണം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഹസ്തിനപുരത്ത് ശ്രീകൃഷ്ണൻ ചെല്ലുമ്പോൾ വിധവകളുടെ വിലാപം, കരച്ചിൽ, ധൃതരാഷ്ട്ര ബോധം കെട്ട് കിടക്കുന്നു. അവസാനം ഗാന്ധാരി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഒന്നിനെയും ബാക്കി വച്ചില്ലല്ലോ കൃഷ്ണ എന്ന്. അവസാനം പറയുന്നു, 3 പതിറ്റാണ്ട് കഴിയുമ്പോൾ നീ ഇതുപോലെ വിധവകളുടെ ദുഃഖം കണ്ട് നിൻ്റെ യദുകുലം മുഴുവനും നശിക്കും. അപ്പോഴും കൃഷ്ണൻ ചിരിക്കുകയാണ്. കാരണം ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. അമ്മ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇറ്റ് ഈസ് ആൾറെഡി പ്രീ ഡിറ്റർമിൻഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഇന്ന കാലത്ത് പോലെ വരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം വലിയ വാക്കുകൾക്കായിട്ട് നമ്മൾ കാതോർത്തിരിക്കുകയാണ്. ഞാൻ ഗാന്ധാരി അമ്മയെന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നത് അമ്മമാരാണ്. എങ്ങനെയാണെന്ന് നോക്കുക. മകൻ അമ്മയെ വെട്ടിക്കൊന്നു. ഇവിടെ അടുത്തുള്ള കിലോമീറ്റർ 2 ദിവസമായിട്ടുള്ളൂ. കേരളത്തിൽ ഒരുപാട് അമ്മമാരെ ആക്രമിക്കുന്നു, ശാരീരികമായിട്ടും സെക്ഷുവലായിട്ട് പോലും ആക്രമിക്കുന്നു ആൺമക്കൾ. മദ്യപിച്ച് മയക്കുമരുന്ന്, ഹലൂസിനേഷൻ എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയാണ്. അതായത് അമ്മ എന്നത് വേറൊരു സ്ത്രീയാണെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള മാനസിക അവസ്ഥയാണ് ഇംഗ്ലീഷിൽ മയക്കുമരുന്ന് അടിക്കുമ്പോണ്ടാകുന്ന ഹലൂസിനേഷൻ. അവന് ബോധത്തോടു കൂടിയല്ല അത് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് മയക്കുമരുന്ന് കഴിക്കുന്ന ഗഞ്ചാവോ മറ്റേതുകളല്ല, ഈ മിത്ത് എന്ന് വിളിക്കുന്ന MDMA എന്ന് വിളിക്കുന്ന LSD പോലെയുള്ള ഹലൂസിനേഷൻസാണ്. അതിൻ്റെ ഒരു വല്ലാത്ത അനുഭൂതി, ഒരു ഭാവമാണ്. ഒരു നിർബന്ധിത ഏകത്വം കൊടുക്കുകയാണ്. ഒരു കുറച്ച് നേരത്തെങ്കിലും ദ്വൈതഭാവത്തിൽ നിന്ന് ആ മനുഷ്യൻ മാറുകയാണ്. പക്ഷിയായിട്ടും ഒക്കെ മാറാൻ തോന്നുന്ന, അപ്പോൾ കൊലയാണ് ചെയ്യുന്നതെന്ന്, ക്രൈമാണ് ചെയ്യുന്നതെന്ന് അറിയാതെ. അപ്പോൾ ഞാൻ ഈ സ്നേഹസ്പർശത്തിൽ വരുമ്പോൾ 1000 അമ്മമാരും അച്ഛന്മാരും ഉണ്ട് എനിക്ക് എൻ്റെ സംഘടനയിൽ. ഞാൻ ACPI ഇപ്പോൾ തുടങ്ങിയതാണ്. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാലഘട്ടം കോവിഡ് സമയത്ത് ഒഴിച്ച് ബാക്കി മുഴുവൻ സമയം ഞങ്ങളുടെ അമ്മമാരുടെ കൂടെ ഉണ്ട്. അവരെനിക്ക് നൽകുന്ന ഒരു ഊർജ്ജം, അവരുടെ സങ്കടങ്ങൾ വന്ന് നമ്മളെടുത്ത് പറയുമ്പോൾ, അമ്മമാർ വന്ന് കൈചേർത്ത് പിടിക്കുമ്പോൾ, അവരോടൊപ്പം 6 മാസം കൂടുമ്പോൾ വിനോദയാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ, അതൊക്കെ ഒരു മറക്കാനാകാത്ത അനുഭവം. ഞങ്ങളൊരിക്കലും ബൈബിളിൽ പറയുന്ന പോലെ പെരുമ്പറ കെട്ടി ഞങ്ങൾ അത് ഘോഷിക്കാറില്ല. ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയാറില്ല. മനോരമ ഉണ്ണിയെ പോലെയുള്ള അപൂർവം ഇവിടുത്തെ ലേഖകന്മാർക്കറിയാം. ഈ മിഴാവിൻ്റെ ധ്വനി പോലും അങ്കുലീയ കൂത്ത് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടുത്തെ ലേഖകൻ, എനിക്ക് തോന്നുന്നു ജനുവേട്ടനാണെന്നാണ്, ആ മിഴാവ് കൊട്ടി എന്നല്ല എഴുതിയത്,
മിഴാവ് ഒച്ചപ്പെടുത്തി എന്നാണ് എഴുതിയത്. അങ്ങനെ ഒരു ഭാഷ എഴുതാൻ ഗുരുവായൂരത്തെ പത്രലേഖകർക്കേ പറ്റൂ. കാരണം ശ്രീലകത്ത് നിന്ന് തീർത്ഥം വെള്ളം തെളിച്ച് അത് ലഭിക്കുന്ന ഇവിടുത്തെ ഗുരുവായൂരിലെ പത്രലേഖകർക്കേ കഴിയും. കാരണം ഇന്ന് വായന, നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ എത്തേണ്ടത് നമ്മുടെ അടുത്ത തലമുറയിലേക്കാണ്. വായന ഒരു അനുഭൂതിയാണ്. പക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നിളയുടെയും നിലാവിൻ്റെയും ശിഥില ബന്ധങ്ങളുടെയും പ്രണയ പകയുടെയും അങ്ങനെയൊക്കെയുള്ളൊരു അങ്ങനെയൊക്കെ കഥകൾ കേട്ടറിഞ്ഞ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഈ നാട്ടിലുണ്ടായിരുന്നു. കാവ്യജ്ഞാനം കുറഞ്ഞ മലയാളിയെ കാളിദാസൻ്റെ വനജോത്സനയും ഉള്ളൂരിൻ്റെ എന്താ പറയുക വാഴ്വേമായവും കുമാരനാശാൻ്റെ വീണപൂവും കുഞ്ഞിരാമൻ നായരുടെ നിത്യകാമുകിയും ഉണ്ണായിവാരുടെ ഗ്രന്ഥങ്ങളും ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത വയലാറിൻ്റെ ഗാനങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ മലയാളി നന്നായിട്ട് വായിച്ചിരുന്നു. വായനശാലകൾ ഓരോ ഭാഗത്തും അത്രയധികം ഉണ്ടായിരുന്നു. ഇന്ന് ഡിജിറ്റൽ വേൾഡിലേക്ക് വരുമ്പോൾ, ഈ സൈബർ ലോകത്തേക്ക് വരുമ്പോൾ, ഈ കോവിഡാനന്തരമായിട്ടുള്ള കാലഘട്ടത്തിൽ എങ്ങനെ ഇനിയുള്ള മക്കൾ പേരക്കുട്ടികൾ പോകുമെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സൈബർ ലോകമാണ്. കാരണം അതിരുകളില്ലാത്ത സൗഹൃദങ്ങൾ വരുന്ന ഒരു സൈബർ ലോകം. ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും അത് നിസ്സാരമായി. ഇന്നുള്ള ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് മയക്കുമരുന്ന് ഇതാണ്. അതിനൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർത്ഥകമായ വായനകളും മാതാപിതാക്കൾ ചേർത്ത് നിർത്തുന്ന, സ്നേഹിക്കുന്നു എന്ന് പറയല്ല, സ്നേഹിക്കുന്നു അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവരോട് സ്നേഹിക്കുന്നു എന്ന് നേരിട്ട് പറയുന്ന രീതിയിലേക്ക് ഉള്ളൊരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ ഇത്തരം നല്ല പുസ്തകങ്ങൾ തീർച്ചയായിട്ടും പ്രചരിക്കപ്പെടണം. തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗ്രന്ഥശാലയിൽ ഇതുണ്ട്. മിക്കവാറും കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ ഗ്രന്ഥശാലകൾ തുടങ്ങണമെന്നും അവിടെ ഈ പുസ്തകം നിർബന്ധമായിട്ടും അവിടെ അവർ ജനങ്ങളിലൂടെ എത്തിക്കണമെന്നും ഏതെങ്കിലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ പുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും എൻ്റെ മനസ്സാഗ്രഹിക്കുകയാണ്. കാരണം അത് വായിക്കുമ്പോൾ വളരെ ഇതായിട്ട് തോന്നും. പക്ഷെ അതെങ്ങനെ ഇങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ, അത് വിതുരരായാലും കർണനെ ആയാലും ഓരോ പാഞ്ചാലിയുടെ, കൃഷ്ണ, അങ്ങനെയെല്ലാം പ്രണയെല്ലാം, അനിരുദ്ധൻ്റെ, ഉഷയുടെ, അതൊക്കെ ഒരു ചെറിയ ചെറിയ ഫ്രെയിമുകളിൽ രണ്ടാമത് നമുക്കൊന്ന് വായിക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഇത്ര ഒരു അക്ഷരവസന്തം തീർത്ത ഒരു ഗ്രന്ഥകർത്താവ് വേദിയിലിരുത്തി പുകഴ്ത്തുകയല്ല, ഇത് പറയാതെ വയ്യ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ, നിങ്ങളോടൊത്ത് രണ്ട് വാക്ക് പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. നന്ദി ആർ കെ ജയരാജ് സാർ, അങ്ങയുടെ നല്ല വാക്കുകൾക്ക്. ഇനി നമ്മളെല്ലാവരും കാതോർത്തിരിക്കുന്ന ആ ഒരു സാമവേദ പണ്ഡിതൻ്റെ ആ നല്ല വാക്കുകൾക്ക് ബ്രഹ്മശ്രീ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിയെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പൻ്റെ നിന്നുകൊണ്ട് ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈയൊരു സുദിനം, ഈയൊരു നല്ല സായാഹ്നം ഇവിടെ ഒരുക്കി തന്ന ആൾക്കാരോട് ആദ്യം നന്ദി പറയുകയാണ്. വളരെ സമ്മിശ്രമായ വികാരത്തോടു കൂടി വളരെ സന്തോഷവും അഭിമാനവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ പരിപൂർണമായ അനുഗ്രഹത്തോടും കടാക്ഷത്തോടും കൂടി മാത്രമാണ് 6 മാസക്കാലം ഗുരുവായൂരപ്പനെ സേവിക്കാൻ പറ്റിയത്. ആ ഒരു മഹാഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്കിവിടെ ഒരു അവസരം കിട്ടിയത്. വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് പ്രസംഗകർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വൈകിയ വേളയിൽ 2-3 കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൃഷ്ണൻ്റെ ചിരി എന്ന വാക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ആ പുസ്തകം എനിക്ക് ആദ്യത്തെ പതിപ്പ് തന്നെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അത് കുറച്ചും കൂടിയും നല്ല വാക്ക്. വെറും ചിരിയല്ല, പുഞ്ചിരിയാണ് ആ പുസ്തകത്തിലൂടെ. വെറും ഒരു കൃഷ്ണൻ്റെ ചിരിയല്ല, പുഞ്ചിരി അഥവാ മന്ദഹാസം നമ്മൾ പറയില്ലേ, അതാണ് ആ പുസ്തകത്തിലൂടെ അനാവൃതമായിരിക്കുന്നത്. ആ ഒരു പുഞ്ചിരി നിങ്ങളൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ മഹാഭാഗ്യം, ഞാനത് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്നിട്ട് ആ പുഞ്ചിരി കാണാനും പുഞ്ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ചന്ദനം ചാർത്തിയിട്ട് പുഞ്ചിരിപ്പിക്കാനും ആ പുഞ്ചിരി കുറച്ചൊക്കെ കേൾക്കാനും ഭാഗ്യമുണ്ടായി എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്.
അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ്റെ ചിരിയല്ല, കൃഷ്ണൻ്റെ പുഞ്ചിരി തന്നെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവായ ശ്രീ അനിയൻ തലയാറ്റമ്പിള്ളി എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ അനിയപ്പൻ എന്ന് വിളിക്കുന്ന എൻ്റെ പത്നിയുടെ ബന്ധുവാണ്. അദ്ദേഹം അനവധി കാലമായിട്ട് നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഗ്രന്ഥരചനയ്ക്ക് വേണ്ടിയിട്ട് അശ്രാന്തമായ പരിശ്രമം ചെയ്യുന്നൊരു വ്യക്തിയാണ്. വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നൊരു വ്യക്തിയാണ്. ഞാനൊരു 10-25 കൊല്ലത്തിലധികമായിട്ട് 30 കൊല്ലത്തോളമായിട്ട് എനിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഒരു ബാങ്ക് ആയിരുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ഈ പുരാണ കഥകൾ അവതരിപ്പിക്കുക മാത്രമല്ല, യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകത്തിൻ്റെ അവസാനത്തെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, നാം പണ്ട് ഉപയോഗിച്ചിരുന്ന, നമ്മുടെ കാരണവന്മാർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെയും പദാർത്ഥങ്ങളുടെയും ഒരു പരിചയപ്പെടുത്തലാണ് ആ പുസ്തകത്തിലൂടെ. 4 കെട്ട് ആണ് ഒരു പ്രമേയമായിട്ട്, 4 കെട്ടിലൂടെ നിന്നാണെങ്കിലും അതിനുവേണ്ടി അദ്ദേഹം എടുത്ത സ്ട്രെയിൻ, ഒരു ശ്രമം, വെറും ശ്രമമല്ല പരിശ്രമം, ഞാൻ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും എന്നോട് പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് സംസാരിക്കും എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ എനിക്ക് തോന്നും, ഇദ്ദേഹം ഇത്രയധികം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം അലസന്മാരായിട്ടാണ് ജീവിക്കുന്നതെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഔപചാരികമായിട്ടല്ല, വളരെ മനസ്സ് ഉള്ളിൽ തട്ടിപ്പറയണ ആരോഗ്യത്തോടു കൂടി 100 വയസ്സ് വരെ ഇതുപോലെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. കാരണം ഇതുപോലുള്ള ഗ്രന്ഥങ്ങളാണ് അടുത്ത തലമുറയിൽ കിടക്കുന്നത്. പണ്ട് ഒരു ശ്ലോകമുണ്ട്, ഞാൻ വേഗം പറയാം. പരിവർത്തിനി സംസാരേ മൃതഃക്കോവാന്ന ജായതേ. അർത്ഥം കൂടിയും പറയാം, അല്ലെങ്കിൽ പ്രശ്നമാവും. സജാതോ യേന ജാതേന യാതിവംശസമുന്നതിം എന്നൊരു ശ്ലോകമുണ്ട്, ഒരു സുഭാഷിതമാണ്. ഈ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എത്രയെത്ര ആൾക്കാർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. നമ്മളാരും അറിയുന്നില്ല. 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷേ ചില ആൾക്കാരെ ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കും. സജാതോ യേന ജാതേന യാതി വംശസമുന്നതിം. നമ്മുടെ വംശത്തെ സമുന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണോ, വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെയും സംസ്കാരത്തെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ സമുന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണോ അവരാണ് ജനിച്ചു ജീവിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുപോലുള്ളൊരു, ഇപ്പോൾ പുസ്തകരചനയിലൂടെ അതുപോലുള്ളൊരു ദൗത്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഐസക് ന്യൂട്ടനും ഐൻസ്റ്റീനും ഒക്കെ അതിൽ പെടും. കാരണം നമ്മുടെ വംശത്തെ, നമ്മുടെ മനുഷ്യൻ മാത്രമല്ല ജീവസമുദായത്തെ മുഴുവൻ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ വരും. അപ്പോൾ ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും കവികളുമെല്ലാം ഇതിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. അത് കാലാകാലം ആചന്ദ്രതാരം എന്ന് പറയും. പണ്ടൊക്കെ സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണത്. അതവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ അദ്ദേഹം വളരെയധികം രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് അതിനുള്ളൊരു ശ്രദ്ധയും ഭക്തിയും കൂടുതൽ ഉണ്ടാവട്ടെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഇങ്ങനെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്, അദ്ദേഹത്തിന് ഇപ്പോൾ 70 കഴിഞ്ഞു, പക്ഷേ നമ്മൾ കണ്ട ഒരു 50 കഴിഞ്ഞു എന്നേ പറയുള്ളൂ. കാരണം അദ്ദേഹം അത്ര ഉത്സാഹമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇല്ലത്ത് വരാറുണ്ട്. പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ സ്റ്റണ്ടടിച്ചു പോകും. കാരണം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രായം കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, കുറച്ചൊക്കെ സംസ്കൃതം കൂടി പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പല ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാനത് പറയാൻ കാരണമുണ്ട്, ദോഷൈക ദിക്കുകളൊക്കെ ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിൽ വരാം. ദോഷൈക ദിക്ക് എന്ന് പറഞ്ഞാൽ ദോഷം മാത്രം പറയുന്ന ആൾക്കാർ, അങ്ങനത്തെവർക്ക് മാത്രം പറയാൻ 1-2 കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ധാരാളം അക്ഷരത്തെറ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ അടുത്ത പുസ്തകത്തിൽ അത് ഞാൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ പ്രൂഫ് നോക്കി കൊടുക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ.
പറയാൻ കാരണം വെച്ചാൽ ഘടോൽക്കജൻ, പൗണ്ഡ്രക വാസുദേവൻ, ഇങ്ങനെ ചില വാക്കുകളൊക്കെ അതിൽ രണ്ടാമത്തെ പതിപ്പിലും തെറ്റിക്കണ്ടു. അതിൽ മുമ്പ് പ്രസംഗിച്ച മാന്യദേഹം പറഞ്ഞിരുന്നു. അതുപോലെ യഥോധർമ്മസ്തോ ജയ അവസാനത്തെ പേജിലുണ്ട്. അതിൽ വലിയ അക്ഷരപ്പശിക്ക് പറ്റിയിട്ടുണ്ട്. യഥോ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരിക്കലും അത് വരാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഞാനത് കണ്ടുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കില്ലായിരുന്നു. ഇനിയാണെങ്കിൽ അതൊന്ന് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു എളിയ ഒരു നിർദ്ദേശമാണ്. ഞാനത് പറയാൻ യോഗ്യനല്ലെങ്കിലും പറയുകയാണ്. യഥോ ധർമ്മസ്തോ ജയെന്ന താന്നാണ്, യഥോ ധർമ്മ എന്നാണ്. അതുപോലെ അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വേറെ തരത്തിൽ എഴുതിയിട്ടുണ്ട്. യഥോ കൃഷ്ണ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു വ്യാകരണപരമായിട്ട് അതൊരു തെറ്റുണ്ട്. സംസ്കൃത വ്യാകരണ പ്രകാരം യഥോ കൃഷ്ണ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, യഥാ കൃഷ്ണ എന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ ചില നിസ്സാരമായിട്ടുള്ള, അതാണ് ദോഷൈക ദൃക്കുകൾക്ക് മാത്രം വേണമെങ്കിൽ ചില കുറ്റങ്ങൾ പറയാമെന്നേ ഉള്ളൂ. പക്ഷേ അത് ഈ പുസ്തകത്തിൻ്റെ ഗാംഭീര്യത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. കാരണം സാധാരണ സംസ്കൃതം അറിയാത്തവർക്ക് ഈ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ശ്രീകൃഷ്ണൻ എന്നുള്ള ഒരു അക്ഷരം കുറഞ്ഞു പോയി 52ാമത്തെ പേജിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അതൊന്നും ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം അത്രയും മഹത്താണ്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് അവഗണിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും എന്നെപ്പോലെ ഞാനൊക്കെ ഈ അക്ഷരപ്പശി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരാളാണ്. പണ്ടൊക്കെയാണ് ഇറിറ്റേറ്റഡ് ആവും, ഇപ്പോൾ വിഷമിക്കുകയുള്ളൂ. അപ്പോൾ അത് എനിക്ക് ഒരു അക്ഷരം പോലും അങ്ങനെ പണ്ട് പറയല്ലേ മാത്ര ലാഭ പുത്രലാഭ എന്നൊക്കെ പറയാറുണ്ട്. ഒരു മാത്ര ലാഭിച്ചാൽ, വ്യാകരണത്തിൽ അങ്ങനെ പറയാറുണ്ട്, ഒരു മാത്ര ലാഭിച്ചാൽ ഒരു പുത്രനെ ലഭിച്ച സന്തോഷം പറഞ്ഞ പോലെ ഒരു അക്ഷരത്തെറ്റ് കുറഞ്ഞാൽ അത്രയും സന്തോഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതില്ല, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തെങ്കിലും കുറ്റം പറയണമല്ലോ, നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ടാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുസ്തകത്തിനെ ഇറക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ മന്ദഹാസം, ഗുരുവായൂരപ്പൻ്റെ മന്ദഹാസം പുസ്തകത്തിലൂടെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ഗുരുവായൂരപ്പൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരുപക്ഷേ ഇത്തരം പുസ്തകങ്ങൾക്കുള്ളൊരു പ്രത്യേകത ഈശ്വരവിശ്വാസികൾക്കല്ലാത്തവർക്ക് പോലും ഉപകാരപ്രദമാണ് ഇത്തരം പുസ്തകങ്ങൾ. കാരണം ഈ നമ്മളെ പുരാണങ്ങളും ഉപനിഷത്തുകളും വേദത്തിലൊന്നും ഇങ്ങനത്തെ ഈശ്വരവിശ്വാസത്തെക്കുറിച്ചുള്ള പരാമർശം പോലുമില്ല. അതിനൊക്കെ എത്രയോ ഉപരിയായിട്ടുള്ള, ഉപനിഷത്തിലൊന്നും അങ്ങനെ ഒരു ഇതില്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ വേദത്തിലും ഉപനിഷത്തിലുള്ള ആ തത്വങ്ങൾ, പ്യുവർ ഫിലോസഫി വളരെ ഭംഗിയായിട്ട് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ പരാമർശിച്ച് കഥകളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ വേദത്തിലും ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്ര ഭംഗിയായിട്ട് പറയുമ്പോൾ അതിൻ്റെ തത്വങ്ങൾ, അതിൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന, ജീവിതത്തെ കൂടുതൽ സന്തോഷപ്രദമാക്കുന്ന കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈശ്വരനോ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം പുസ്തകങ്ങളൊക്കെ. കാരണം എന്താണ് ഇതിൻ്റെ പർപ്പസ്? അതൊന്നുമല്ല, നിങ്ങളൊരു വിശ്വാസിയാക്കുകയല്ല ഇത്തരം പുസ്തകങ്ങളുടെ ഉദ്ദേശം, നല്ല മനുഷ്യനാക്കുകയാണ്. അത് വേദത്തിലോ അതെ, ഉപനിഷത്തിലോ അതെ, പുരാണങ്ങളോ അതെ, ഇതിഹാസങ്ങളോ അതെ, ബ്രാഹ്മണങ്ങളോ ആരുടെയും എന്ത് പുസ്തകം എടുത്താലും അതിലൊക്കെ ഈ ഒരു ഉദ്ദേശമേ ഉള്ളൂ. പിന്നെ കാലം കൊണ്ട് പല അനാചാരങ്ങളും വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊക്കെ അനാചാരങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം പുസ്തകങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാണ്, എല്ലാവർക്കും വായിക്കാൻ യോഗ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരോത്തരം പതിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും അദ്ദേഹത്തിനും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രസ്റ്റ്, പ്രബോധ ട്രസ്റ്റ്, ഇതുപോലുള്ള പൈതൃകം പോലുള്ള ട്രസ്റ്റുകൾക്കും ഇവർക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഭക്തിപൂർവ്വം നന്ദി അറിയിക്കുന്നു ശ്രീ തോട്ടം ശിവരൻ നമ്പൂതിരി. എന്തായാലും ഇനി പ്രബോധ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി DD നവീൻ കുമാർ അവരുടെ സ്നേഹത്തോടെ നല്ല വാക്കുകൾക്കായി ക്ഷണിക്കുകയാണ്. നമുക്കിനി ആകെ 15 മിനിറ്റേ ബാക്കിയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ എന്നോട് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് RK ജയരാജ്, ഡോക്ടർ ശിവകരൻ നമ്പൂരി, അനിയൻ തലയാറ്റുംപള്ളി, ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളും എൻ്റെ നമസ്കാരം. ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. അതിൽ ഒരു ചെറിയ ഒരു കാര്യം മാത്രം പറയുകയാണ്. ഈ പുസ്തകത്തിൽ കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അനിയൻ തലയാറ്റിൻപള്ളിയുടെ കുറ്റമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പബ്ലിക്കേഷൻ ഏറ്റെടുക്കുകയാണ്. അത് കാരണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ കുറ്റം പറയാൻ കഴിയില്ല. ഞാനും അദ്ദേഹം കൂടിയാണ് നോക്കിയതെങ്കിൽ പോലും ഞങ്ങളത്ര ഒരു അധികം കാലമായിട്ടില്ല ഞങ്ങളൊരു പബ്ലിക്കേഷൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്കൊരു പ്രൊഫഷണലായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഞങ്ങൾ തിരുത്തി കൊടുത്താൽ പോലും പിന്നെയും അത് തെറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് DTP ചെയ്യണ സെൻറ്ററിൽ നിന്നൊക്കെ. അപ്പോൾ പരമാവധി അത്തരം തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഞങ്ങളിനി പുസ്തകം പ്രകാശനം ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്.
ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയെ എനിക്കൊരു 10-30 വർഷമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഞാൻ 3 വർഷം അവിടെ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തോടുകൂടി തന്നെ അനിയൻ തലയാറ്റിൻപള്ളിനെ അല്ല പറയേണ്ടത്, ഇപ്പോൾ പ്രബോധ പബ്ലിക്കേഷൻസിനെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വേണ്ട രീതിയിൽ അത് തിരുത്താനായിട്ട് പബ്ലിക്കേഷൻ ശ്രമിക്കും. രണ്ടാമതൊരു കാര്യം, ഇവിടെ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ശ്രീകൃഷ്ണൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പുസ്തകം ഗുരുവായൂർ ദേവസ്ഥത്തിൽ ചിലവാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 100 പുസ്തകത്തിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൽ എനിക്ക് 80 പുസ്തകമേ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയുള്ളൂ. കാരണം ഇവിടെ ഉള്ളവർക്ക്, വരുന്നവർക്ക് ആർക്കെങ്കിലും പുസ്തകം നമ്മൾ കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. 100 രൂപയുടെ പുസ്തകം 150 രൂപയ്ക്ക്. അതുകൊണ്ട് മാത്രമാണ് 20 പുസ്തകം ഇവിടെ ബാക്കി വെച്ചത്. അല്ലെങ്കിൽ ആ 100 പുസ്തകം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമായിരുന്നു. അഥവാ ഇവിടെ അത് വേണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ വേണ്ടവർക്ക് അതിപ്പോൾ എടുക്കാവുന്നതാണ്. അത് ഒരു കാര്യം. ആ ഒരു സന്തോഷ വാർത്തയാണ്. ഗുരുവായൂരിൽ നിന്ന് നമുക്ക് വളരെ അധികം നല്ല വാർത്തകളാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഇവിടെ അറിയിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ പൊതുവെ ഈ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സംഘടനാപരമായിട്ടൊക്കെ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പറയാറ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഞാനൊരാളെ എന്നിൽ നിന്നൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിൽ സംഘാടന ശക്തിയുള്ള ഒരാളെ ഞാനിവിടെ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് രവി ചങ്കത്താണ്. അദ്ദേഹം ഇത്ര ഗംഭീരമായിട്ട് ഫോളോ അപ്പ് നടത്തുന്നൊരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തന്നെ അസൂയ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുള്ളത്. എന്നെക്കുറിച്ച് പലരും പറയാറുണ്ട്, ഒരു കാര്യം 5 പ്രാവശ്യം വിളിച്ചു ഓർമ്മിപ്പിക്കുന്നു. ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ മുൻകൂട്ടി, അതായത് ഒരു 10 പേരെ വിളിക്കാനായിട്ട് പറഞ്ഞാൽ 15 പേരെ ഫോൺ നമ്പർ അയച്ചു തരും അദ്ദേഹം. എന്നിട്ട് വിളിച്ചോന്ന് ചോദിക്കും. അങ്ങനെ അത്രയധികം ഫോളോ അപ്പ് നടത്തുന്ന നിങ്ങൾക്ക് ഗുരുവായൂരിനും അദ്ദേഹം ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇവിടെ മനോരമയുടെ ലേഖനുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ ഒരു ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ വൈക്കം സത്യാഗ്രഹ സമിതിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇത് അന്വേഷിച്ചറിഞ്ഞ് അവിടെ വരികയും അത് നല്ല രീതിയിൽ വാർത്ത കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് പ്രത്യേകം അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് നന്ദി പറയാനുള്ളൊരു അവസരം ഇത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞു, നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. കുമാരനാശാൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി, ഏറ്റവും പ്രിയപ്പെട്ട KR സജി, അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യ അധ്യക്ഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ, നമ്മുടെ പുസ്തകം നമ്മൾക്ക് വേണ്ടി സമർപ്പിച്ച ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരൻ അനിയൻ ചേട്ടൻ, അതോടൊപ്പം ഏറ്റുവാങ്ങിയ SP, ഇവിടുത്തെ തന്നെ ആളാണെന്ന് പറഞ്ഞല്ലോ. അല്ല, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൃഷ്ണൻ്റെ ചിരിയല്ല പുഞ്ചിരിയാണെന്ന് മേൽശാന്തി നമ്മളൊന്ന് തിരുത്തി. അതോടൊപ്പം വേറൊരു കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഒരു പുഞ്ചിരി വന്നു. അത് അനിയഞ്ചൻ്റെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിരിപ്പിക്കാനുള്ളൊരു കാര്യം മേൽശാന്തി നമുക്ക് ഇട്ടു വന്നു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വന്നിട്ട് ഒന്ന് കയറി കാണണം എന്നുള്ളൊരാഗ്രഹമൊക്കെ പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് അതിനേക്കാളും നന്നായി എൻ്റെ തൊട്ടടുത്ത് ഗുരുവായൂരപ്പൻ വന്നതായിട്ടാണ്. കാരണം വന്നപ്പോൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് 6 മാസത്തോളം കണ്ണനെ കളിപ്പിച്ച, അല്ലെങ്കിൽ ചിരിപ്പിച്ച, കണ്ണനെ അണിയിച്ചൊരുക്കിയ ആ മേൽശാന്തിയുടെ തൊട്ട് അടുത്ത് നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത്. അപ്പം പിന്നെ അത് മതിയല്ലോ. ഏതാണെങ്കിലും ഇതിൽ എഴുത്തിൻ്റെ ഒരു വഴിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അനിയൻ ചേട്ടൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കുട്ടിക്കാലത്ത് മടിയിലിരുത്തി ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു തന്ന അമ്മയോടും അമ്മമാരോടുമൊക്കെയാണ് ഇതിനുള്ള നന്ദി അറിയിച്ചിട്ടുള്ളത്. നമ്മളുമൊക്കെ കഥ കേട്ടിട്ടുള്ളവരാണ്. പുരാണ കഥകളും കേട്ടിട്ടുണ്ടാവും, അല്ലാത്ത കഥകളും കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ കേൾക്കണ കഥ 5 കണ്ണൻ്റെ കഥയാണ്, ഇല്ലേ? അങ്ങനെയാണ്. കാരണം മോനെ ഇത് തിന്നോട്ടെ, അല്ലെങ്കിൽ 5 കണ്ണം വരും. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളല്ലാതെ കുട്ടികൾക്ക്
അതായത് അനിയഞ്ചേട്ടൻ്റെ പ്രായത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ എത്രയോ പ്രായമുള്ള അമ്മമ്മയാണ് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയാണ് പറഞ്ഞു കൊടുത്തതുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം ഈ പുരാണ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ചെറിയ ചെറിയ കഥകളാക്കി പറഞ്ഞു കൊടുത്തിട്ട് അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ ഇങ്ങനൊരു ഗ്രന്ഥം എഴുതി പൂർത്തിയാക്കി തന്നതിന് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും നന്ദി പറയേണ്ടതാണ്. അതാണ് ആദ്യമായി ഞാൻ അറിയിക്കുന്നത്. മറ്റൊന്ന് സ്നേഹത്തെക്കുറിച്ചാണ്. ചിരിയെന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് ചിരിക്കാൻ പറ്റില്ല, ചിരി വരില്ല. പല ആളുകളെയും പറയാറുണ്ട്, ഇവനൊക്കെ എന്താലോചിച്ചാൽ പോകണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇല്ലേ. കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ആളുകൾ, പരിചയമുള്ളവരെ കണ്ടാൽ ചിരിക്കാതെ പോണവർ, ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങളിപ്പോൾ ഇവിടെ മുന്നേ എസ് പി സംസാരിച്ചപ്പോൾ പറഞ്ഞു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. MDMAയുടെ കാലമാണെന്നാണ് പറഞ്ഞു ഇപ്പോൾ അല്ലേ. പല കുട്ടികളും പോകുന്നത് വേറെ വഴിക്കാണ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കൃഷ്ണൻ്റെ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടിയിൽ തലവേദനയും പനിയുമായിട്ട് കിടപ്പാണ്. അപ്പോൾ ആരൊക്കെ ചെന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അവസാനം അതിനുള്ള മരുന്ന് കൃഷ്ണൻ തന്നെ ഉപദേശിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുടെ കാൽപാദം ഏറ്റ മണ്ണ് എൻ്റെ ശിരസിൽ അണിഞ്ഞാൽ അത് മാറും. നാരദനുണ്ട്. അപ്പോൾ നാരദന് പോലും പേടിയായി. കാരണം കാൽപാദത്തിലുള്ള മണ്ണ് കൊണ്ടുപോയി ശിരസിൽ അണിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമാണോ, നരകതുല്യമാണ്, പിന്നെ പോണത് വേറെ സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് നടക്കില്ല. അപ്പോൾ അത്രയേറെ സ്നേഹിക്കുന്ന ഭാര്യമാരെല്ലാം ഉണ്ടായിട്ടും ആരും അത് ചെയ്തില്ല. പക്ഷേ അവസാനം രാധയുടെ അടുത്തേക്ക് ചെന്നു. രാധ ഇത് കേട്ട സമയം തന്നെ ആ കുറച്ച് ഉടുപ്പും അതും ഇതൊക്കെ എടുത്ത് നിലത്തിട്ടിട്ട് അതിൽ കയറി നൃത്തം ചെയ്തു എന്നുള്ളതാണ്. ആ നൃത്തം കഴിഞ്ഞിട്ട് ആ മണ്ണൊക്കെ പുരണ്ട ആ വസ്ത്രം പൊതിഞ്ഞ് കൊടുത്തയക്കും. അതുകൊണ്ടുപോയി കൃഷ്ണന് ചാർത്തി കഴിഞ്ഞപ്പോൾ ഈ പനിയും മാറി. അപ്പോൾ സ്നേഹത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ എന്താണ് പ്രേമം ശരിയായത് എന്ന് അറിയണമെങ്കിൽ അത് ആ കേട്ട മാത്രമല്ല, അത് ചെയ്യാനുള്ളൊരു ധൈര്യം വേണ്ടേ. അതാണ് രാധയുടെ സ്നേഹം. അപ്പോൾ ആ തരത്തിലുള്ളൊരു സ്നേഹം നമ്മളുടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ ഈ 150 രൂപയുടെ പുസ്തകം 100 രൂപയ്ക്ക് വളരെ കുറച്ച് കോപ്പികളേ ഉള്ളൂ. അത് കിട്ടും. അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടത് തെറ്റിയോ എന്നറിയില്ല. 150 രൂപയുടെ പുസ്തകം 100 രൂപയ്ക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. എന്തായാലും നല്ല വാക്കുകൾക്കായി മലയാള മനോരമയുടെ ലേഖൻ. ഇപ്പോൾ ഗുരുവായൂരിലെ മുരളികയിലൂടെ ഗുരുവായൂരിൽ അറിയാത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ കഥകൾ എന്താ പറയുക, ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാള മനോരമയിലൂടെ. അത്തരം നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള VP ഉണ്ണികൃഷ്ണനെ നല്ല വാക്കുകൾക്കായി ക്ഷണിക്കുകയാണ്. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ രാധാകൃഷ്ണൻ സാർ, പൂജ്യനായ തോട്ടം ശിവകരൻ നമ്പൂതിരി, ഇന്ന് ഈ പ്രകാശന കർമ്മം നിർവഹിച്ച ജയരാജ് സാറ്, ഈ പുസ്തകം എഴുതിയ അനിയൻ തലയാറ്റംപിള്ളി, പുസ്തക പരിചയം നടത്തിയ KR ജയപ്രകാശ്, KR സജി, ശ്രീ CD നവീൻ കുമാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത്തരത്തിലൊരു പുസ്തക പ്രകാശനം ഇവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സത്സംഗത്തിൽ പങ്കെടുക്കണം, ഈ പരിപാടി കാണണം, ഇത് കേൾക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചാണ് ഞാനിവിടെ എത്തിയപ്പോൾ എന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതൊരു മഹനീയ സന്ദർഭമാണ്. കൃഷ്ണൻ്റെ ചിരി എന്ന പുസ്തകം എഴുതിയത് അനിയൻ തലയാറ്റംപിള്ളി. ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ ഫോണിലൂടെ പരിചയപ്പെട്ടത്. ഇന്നാണ് ആദ്യമായി അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തത് RK ജയരാജ് സാർ എന്ന റിട്ടയേർഡ് SP ആണ്. അദ്ദേഹം ആ പുസ്തകം കൊടുത്തത് ബ്രഹ്മശ്രീ തോട്ടം ശിവകരൻ നമ്പൂതിരി എന്ന സാമവേദ പണ്ഡിതനും ഗുരുവായൂരപ്പൻ്റെ പ്രിയ മേൽശാന്തിയുമായിരുന്ന
പൂജനീയനായ അദ്ദേഹത്തിനാണ്. ജയരാജ് സാറ് SI ആയിരിക്കുന്ന കാലം മുതൽ എനിക്കറിയാം ഗുരുവായൂരിൽ. അദ്ദേഹം അവസാനം SP ആയി വിരമിക്കുന്ന കാലത്തും അറിയാം. ഭക്തൻ്റെ ദുരിതങ്ങൾ എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, ദുഃഖങ്ങൾ എന്താണ് എന്നറിഞ്ഞതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി എന്നും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. മേൽപ്പത്തൂരും പറഞ്ഞിട്ടുള്ളതാണ്. നമ്രാണാം സന്നിധത്തെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നാരായണീയ ശ്ലോകത്തിൽ എവിടെ ഭക്തൻ നമസ്കരിക്കുന്നുവോ അവിടെ എത്തി അനുഗ്രഹിക്കും കൃഷ്ണൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം ഭക്തൻ്റെ വേദനകൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഗുരുവായൂരപ്പനെ ഉണർത്തുകയും എണ്ണ തേൽപ്പിക്കുകയും കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും അണിയിച്ചൊരുക്കുകയും ചെയ്യുന്ന ഗുരുവായൂരപ്പൻ്റെ മാതൃഭാവമുള്ള മേൽശാന്തിയുടെ കൈകളിലേക്ക് ഈ പുസ്തകം കൊടുത്തുകൊണ്ടാണ് പ്രകാശനം നടന്നത്. ഏറ്റവും മനോഹരമായ നിമിഷമാണത്, ഏറ്റവും സന്തോഷകരമായ നിമിഷമാണത്. അടുത്ത കാലത്ത് ഗുരുവായൂരിൽ വന്നു പോയിട്ടുള്ള മേൽശാന്തിമാരിൽ ഏറ്റവും ഭക്തജനപ്രിയനായിരുന്നു ഡോക്ടർ ശിവകരൻ നമ്പൂതിരി. അത് അദ്ദേഹം എന്തെങ്കിലും പ്രത്യേകത കാണിച്ചു കൂട്ടിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ സമർപ്പണ മനോഭാവത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ എളിമയുടെ, ഒരു തരം കാര്യങ്ങളിലെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ നിസ്സംഗതയുടെ കൂടി ഭാഗമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയേറെ ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, അത്രയേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചിരുന്നു. കൃഷ്ണൻ്റെ ചിരി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. കൃഷ്ണൻ്റെ ചിരി എന്നത് ഏറ്റവും അർത്ഥവത്തായ, കൃഷ്ണൻ്റെ ഭാവത്തെ ഇതിനപ്പുറം അർത്ഥവത്തായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു തലവാചകമില്ല. നേരത്തെ ശിവരൻ നമ്പൂതിരി അദ്ദേഹം പറഞ്ഞ പോലെ വേണമെങ്കിൽ പുഞ്ചിരി എന്നാക്കാം. മനുഷ്യൻ്റെ മാത്രം സവിശേഷതയാണല്ലോ ചിരിക്കുക എന്നുള്ളത്. വേറൊരു ജീവിക്കും ആ ഒരു സവിശേഷത സൃഷ്ടിയിൽ കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവമുള്ള ദൈവങ്ങൾക്കും. പരിശോധിച്ചാൽ അറിയാം, ചിരിക്കുന്ന ദൈവങ്ങൾ വളരെ കുറവാണ്. ചിരിക്കുന്ന ദൈവങ്ങൾ വളരെ കുറവാണ്. എപ്പോഴും ചിരിക്കുന്ന ദൈവമാണ് കൃഷ്ണൻ. കൃഷ്ണൻ്റെ ചിരി തൂമന്ദഹാസമാണ്. ചിരി രണ്ട് തരത്തിലുണ്ട്, തൂമന്ദഹാസമാവാം, അട്ടഹാസമാവാം. ഇത് തൂമന്ദഹാസമാണ്, നമ്മളെ ചേർത്ത് നിർത്തുന്ന ചിരിയാണ് കൃഷ്ണൻ്റേത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്നൊക്കെ പറഞ്ഞിട്ട് നാരായണീയം തുടങ്ങിയിട്ട് അവസാനം 99-ാം ദശകത്തിലെത്തുമ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണനെ കാണുന്ന അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ അവസാനം ആ ദിവ്യ കൈശോര ഭാവത്തെയാണ്, ആ ദിവ്യ കൈശോര വേഷത്തെയാണ് കാണുന്നത്. നാരായണീയത്തിൻ്റെ 400-ാം വാർഷികം നടക്കുമ്പോൾ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് 6-ാം തമ്പുരാൻ ചോദിച്ചു, ഇതെന്തപ്പം ഇങ്ങനെ? സാധാരണ നിലയ്ക്ക് ഭക്തിയിലൂടെ കടന്നു വന്ന് ജ്ഞാനഭക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രമം. നാരായണത്തിൽ നേരെ തിരിച്ചാണ്. നാരായണത്തിൽ ആദ്യം പറയുന്നത് വേദവും തത്വവും എല്ലാം പറഞ്ഞ് അവസാനം എത്തുമ്പോൾ ഈ കൈശോരഭാവത്തിലേക്ക്, കൃഷ്ണൻ്റെ ഈ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലേക്കാണ് എത്തുന്നത്. അതാണ് സാക്ഷാത്കൃതമായിട്ടുള്ള സംഗതി, അതാണ് നിത്യവും നിലനിൽക്കുന്ന സംഗതി എന്നുള്ളതാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്, ആര്? മേൽപ്പത്തൂര് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ കൃഷ്ണൻ്റെ ചിരി എന്ന ഈ തലവാചകത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചിരിക്കുന്ന ദൈവങ്ങൾ കുറവാണ്, പുഞ്ചിരിക്കുന്ന ദൈവങ്ങൾ കുറവാണ്. ഈ കൃഷ്ണന് മറ്റൊരു ചിരി കൂടിയുണ്ട്. നമ്മൾ കള്ളച്ചിരി എന്നെല്ലാം പറയുന്ന നമ്മുടെ കള്ളകൃഷ്ണൻ്റെ കള്ളച്ചിരി എന്ന് നാം പറയും. അപ്പോൾ ആ ചിരി ഇവിടെ തലവാചകത്തിൽ വരുമ്പോൾ ആ പുസ്തകത്തിൽ അതിൻ്റെ അന്തസത്ത മുഴുവൻ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മനോരമയിൽ ഇപ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചയും മുരളിക എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങൾ എഴുതുന്നുണ്ട്. കുറേയധികം വായനക്കാരുണ്ട്, കുറേ ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഒരാൾ എന്നോട് പറഞ്ഞു, കൃഷ്ണനെക്കുറിച്ച് എന്തെഴുതിയാലും നന്നാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതാണ്, കൃഷ്ണനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തെഴുതിക്കോ, ചീത്ത എഴുതിക്കോളൂ,
കൃഷ്ണനെ ചീത്ത വിളിച്ചിട്ട് എഴുതിക്കോളൂ, അത് നന്നാവുകയുള്ളൂ. കാരണം ഭക്തി പലതരത്തിലുണ്ട്. നമുക്കറിയാം, വാത്സല്യ ഭക്തിയുണ്ട്, പ്രേമഭക്തിയുണ്ട്, വിരോധഭക്തി എന്നൊരു ഭക്തിയുണ്ട്. കൃഷ്ണനെ ചീത്ത വിളിക്കുക, നമ്മളൊരാളെ ചീത്ത വിളിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹത്തെ നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കുന്നത്. നമ്മുടെ ശത്രുവിനെ വല്ലാതെ ചീത്ത പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ സമയം നമ്മൾ ആ ശത്രുവിനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അതുവഴി നമുക്കൊരു പുണ്യം കിട്ടുമത്രേ. കൃഷ്ണനെ നമ്മൾ ചീത്ത വിളിച്ചാൽ അതുവഴി നമുക്കൊരു പുണ്യം കിട്ടും. അപ്പോൾ കൃഷ്ണനെക്കുറിച്ചിട്ട് എന്തെഴുതിയാലും അത് നന്നാവുകയുള്ളൂ എന്ന് എന്നോടൊരാൾ പറഞ്ഞു. അപ്പോൾ അതൊരു ഒരു 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 ഈ കാലത്തെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ ദ്രോഹിക്കാത്ത, നമ്മുടെ ഒപ്പം നിൽക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന, ഏത് സംഗതിയിലും പുഞ്ചിരിയോടെ സമീപിക്കണമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന, എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ സധൈര്യത്തോടെ നേരിടുന്ന ഒരു ഭാവമാണ് കൃഷ്ണഭാവം. ആ ഭാവത്തിന് മറ്റൊരു പ്രത്യേകത കൂടി, ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു നിർമ്മമത കൂടി അതിനുണ്ട്. ഏതിനെയും ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ അതിലൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അത് രാധയാവട്ടെ, ഗോപികമാരാവട്ടെ, യശോദയാവട്ടെ, ദേവകിയാവട്ടെ, അത് പാർത്ഥനാവട്ടെ, ആരാവട്ടെ, അവരിൽ നിന്നെല്ലാം അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നിർമ്മമത കൂടി കൃഷ്ണഭാവത്തിനുണ്ട്. അതാണ് മനുഷ്യന് വേണ്ടത് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഒരു ഭക്തൻ ഒരിക്കൽ ചോദിച്ചു, അത്രേ, കൃഷ്ണ, ഈ ഭക്തൻ മുന്നിൽ നടക്കുന്നു, കൃഷ്ണൻ പിന്നിൽ നടക്കുന്നു. അപ്പോൾ 4 കാലടിപ്പാടകൾ ഇങ്ങനെ മണ്ണിൽ കാണാം. കുറച്ച് കഴിയുമ്പോൾ 2 കാണുള്ളൂ. അപ്പോൾ ചോദിച്ചു, അത്രേ, കൃഷ്ണ, നീ എന്നെ വിട്ടുപോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ, ഇല്ലല്ലോ, ഞാൻ നിന്നെ എടുത്തിരിക്കുകയല്ലേ, നിൻ്റെ കാൽപ്പാടുകളല്ലേ കാണാത്തത്, എൻ്റെ കാൽപ്പാടുകളല്ലേ കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അത്രമാത്രം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന, നമ്മുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന ആ കൃഷ്ണഭാവത്തിൻ്റെ ഏറ്റവും സത്തയായ അംശമാണ് ഈ കൃഷ്ണൻ്റെ ചിരി എന്ന് പറയുന്നത്, ഈ പുഞ്ചിരി എന്ന് പറയുന്നത്, ഈ കള്ളച്ചിരി എന്ന് പറയുന്നത്, ഈ തൂമന്ദഹാസം എന്ന് പറയുന്നത്. ആ തൂമന്ദഹാസത്തിൽ തീരാത്ത ദുഃഖങ്ങളില്ല. അതുകൊണ്ടാണ് 9 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഈ കാവൽക്കാരെയും ദേവസ്വംകാരെയും മുഴുവൻ ചീത്ത പറഞ്ഞ് അകത്ത് ചെന്ന് ഒരു നോട്ടം നോക്കി ആ പുഞ്ചിരി ആസ്വദിച്ച് കണ്ണടച്ച് മനസ്സിലേക്ക് ആവാഹിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത് എന്നാണ് ഗുരുവായൂർ വരേണ്ടത് എന്ന് ആലോചിക്കുന്ന മനുഷ്യൻ്റെ ഭക്തിഭാവത്തിലേക്ക് എത്തിക്കുന്ന ഈ കാലിക പ്രസക്തിയുള്ള ഈ കാലത്തെ ഈശ്വരനാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെക്കുറിച്ച് എന്തെഴുതിയാലും നന്നാവുകയുള്ളൂ. അനിയൻ തലയാറ്റുപള്ളിയുടെ ഈ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, അത് കൂടുതൽ ആളുകളിലേക്ക് ആ സന്ദേശം എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അധിക പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരിക്കലും അധിക പ്രസംഗമല്ല, എല്ലാവരെയും ഭക്തിയിലേക്ക് എന്താ പറയുക, ശരിക്കും ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ച പോലെയായിരുന്നു നേരത്തെ മേൽശാന്തിയുടെയും ശ്രീ വി പി ഉണ്ണികൃഷ്ണനെയും ആർ കെ ജയരാജ അവர்களுടെയും അതുപോലെ നേരത്തെയുള്ള പുസ്തക പരിചയം നടത്തിയ അധ്യക്ഷൻ്റെ എല്ലാവരുടെയും നല്ല ഭാഷണങ്ങൾ. ഇനി എന്തായാലും നമ്മുടെ ഗ്രന്ഥകർത്താവിൻ്റെ പ്രതിസ്പന്ദമുണ്ട്. അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പൈതൃകം ഗ്രന്ഥശാല ഭാരവാഹികളായ ഡോക്ടർ പ്രഭാകരൻ, കെ സുഗതൻ എന്നിവർ വന്ന് ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. അതിനുശേഷം അദ്ദേഹം മറുപടി പ്രസംഗം നടത്തുന്നതാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ പ്രഭാകരനെയും കെ സുഗതനെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഇനി കൃഷ്ണൻ്റെ ചിരിയുടെ ഗ്രന്ഥകർത്താവ് നമ്മളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ സംപൂജ്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രന്ഥകർത്താവ് എന്നുള്ള നിലയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു ദിവസമാണ് ഇന്ന്. കാരണം ഈ കൃഷ്ണൻ്റെ ചിരി എന്നുള്ള പുസ്തകം ഇത്ര ദിവ്യമായൊരു സദസ്സിൽ അവതരിപ്പിക്കാൻ പറ്റിയതിൻ്റെ ഭാഗ്യം. കർമ്മഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുന്ന 3 സംഘടനകൾ ഇതിനുവേണ്ടി ചുക്കം പിടിച്ചു എന്നുള്ള കാര്യം. അതിനൊക്കെ പുറമെ ശ്രീകൃഷ്ണൻ്റെ തൊട്ടടുത്ത് നിന്ന് ഈ അടുത്ത ദിവസം ഇറങ്ങി വന്ന്
നമുക്ക് അനുഗ്രഹം തരാനായിട്ട് ഇവിടെ എത്തിയ സാമവേദാചാര്യൻ തോട്ടം ശിവരൻ നമ്പൂതിരിയുടെ സാന്നിധ്യം, അതിലുമപ്പുറം ഒരു വലിയ അക്ഷരക്കൂട്ടത്തിൻ്റെ നടുക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റിയതിൻ്റെ ഭാഗ്യം, ഇതെല്ലാം കൊണ്ടും ഞാൻ പറയുന്നു ഒരു ഗ്രന്ഥകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു സമയമാണിത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ കുട്ടിക്കാലത്ത് അമ്മ എന്നെ മടിയിലിരുത്തി എനിക്ക് കഥകൾ, പുരാണ കഥകൾ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞ് അന്ന് മുതലേ കൃഷ്ണനോടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ എന്നിട്ട് പല പ്രാവശ്യവും പറഞ്ഞ കഥകൾ തന്നെ വീണ്ടും വീണ്ടും പറയിപ്പിച്ച്, പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോൾ കൃഷ്ണകഥകൾ തേടിയുള്ള പോക്കായി. ഒത്തിരി പുസ്തകങ്ങൾ അന്നൊക്കെ മാലിയാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പുരാണ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അങ്ങനെ ഒരു വലിയ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം കംപ്ലീറ്റ് വായിക്കാനിടയായത്. അത് കംപ്ലീറ്റ് 2 പ്രാവശ്യം ഞാൻ ആ പ്രായത്തിലും വായിച്ചു. അപ്പോൾ സത്യത്തിൽ ആ കൃഷ്ണനെ പറ്റിയുള്ള അതുവരെയുള്ള സങ്കല്പത്തിൽ നിന്നൊരു വല്ലാത്ത മാറ്റം, ഒരു പൂർണ്ണാവതാരത്തിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ട ആ വലിയ തേജസ്സിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴത് കൂടുതൽ വന്നു കഴിഞ്ഞപ്പം വീണ്ടും അതിനെപ്പറ്റി പഠിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഗർഗഭാഗവതം, അതിനകത്ത് രാധയുടെ കഥകൾ കൂടുതലുണ്ട്, അതുപോലെ വിഷ്ണു പുരാണം, ബേൽഭാരതം എന്നുള്ള വടക്കേ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ബുക്കുണ്ട്. ഇതിൽ നിന്നൊക്കെയുള്ള അപൂർവ കഥകൾ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ എടുത്ത് വന്നപ്പോഴാണ് ഇതൊരു പുസ്തകമാക്കിയാലോ എന്നാലോചിച്ചത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്തതിൻ്റെ ഒരു 12ഓളം ബുക്കുകളായി കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ്റെ ചിരിയും അങ്ങനെ ഞാൻ പതുക്കെ തുടർന്നപ്പം സത്യത്തിൽ ഒരു ഭയമുണ്ടായി. കാരണം ഇത്ര വലിയൊരു പൂർണ്ണാവതാരത്തെ ആവാഹിക്കാൻ എൻ്റെ വാക്കുകൾക്ക്, എൻ്റെ സാഹിത്യത്തിനോ അല്ലെങ്കിൽ എനിക്ക് കഴിവുകൾ ഇല്ല എന്ന് ഞാൻ ഉറച്ചു. എൻ്റെ വാക്കുകളുടെ പരിമിതി ഞാൻ അവിടെ മനസ്സിലാക്കി. കാരണം ആ തേജസ്സിനൊരു കോട്ടം തട്ടാതെ ഞാൻ എങ്ങനെ ഇത് അവതരിപ്പിക്കും, അതിന് ഞാൻ അപ്രാപ്തനാണ് എന്നൊരു ചിന്ത വന്നു. ഞാൻ പയന താഴെ വയ്ക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോഴാണ് നമ്മുടെ ശ്രീലകത്തു നിന്ന് പണ്ട് വന്ന ഒരു അശരീരി ഓർമ്മ വന്നത്. വേപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണെന്ന് വന്ന അശരീരി നമ്മളെ ഓർമ്മിക്കുന്നത് വളരെ ലളിതമായിട്ട് ആണ് പുരാണ കഥകൾ പറയേണ്ടത്. എൻ്റെ കഥകൾ പറയാൻ ഏറ്റവും ലളിതമായിട്ട് പറയണവരെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ വീണ്ടും വേല കയ്യിലെടുക്കുകയാണ് ചെയ്തത്. ഞാനതങ്ങനെ ഫേസ്ബുക്കിൽ പല ഇതായിട്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് വന്ന് ഒരു 10-100 എപ്പിസോഡ് ആയപ്പോൾ ആണ് നമ്മുടെ പ്രബോധയുടെ പ്രിയപ്പെട്ട നവീൻ എന്നോട് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ടൊരു പുസ്തകമാക്കിക്കൂടാ. അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഞാനിത് ആ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ആദ്യം മള്ളിയൂരിനെയാണ് സമീപിച്ചത്. മള്ളിയൂരത് വളരെ സന്തോഷത്തോടെ അതിനൊരു അവതാരിക തന്നു. പിന്നെ വെൺമണി തന്നു. അങ്ങനെ പിന്നെ ബാബു നമ്പൂരി അതിനെപ്പറ്റി ഒരു അവതാരിക തന്നു. അപ്പോഴത്തേക്കും ആ പുസ്തകത്തിൻ്റെ തലം ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഞാനന്ന് ആ കൃഷ്ണൻ്റെ ചിരി എന്നുള്ള പുസ്തകം നമുക്ക് എടുക്കാനിടയായത്. പക്ഷെ അതുപോലെ തന്നെ അതിനകത്തൊരു പ്രശ്നം വന്നത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ദോഷം, നമുക്ക് നല്ല എൻകറേജ്മെൻറ്റ് തരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വിമർശനവും വരും. അത് നമുക്ക് നല്ലതാണ്, നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ നല്ലതാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് ശകുനിയുടെ ഒരു കഥയുണ്ട്. അതിനകത്ത് ഭീഷ്മർ ഗാന്ധാരിയെ അന്ധനായ ധൃതരാഷ്ട്രയ്ക്ക് വേണ്ടി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗാന്ധാര രാജാവിനെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. അവർ വളരെ ശൗര്യം കുറഞ്ഞവരാണ് ഭീഷ്മരുമായിട്ട് നോക്കുമ്പം. അവസാനം യുദ്ധം ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം ഭീഷ്മർ ഇവരെ 100 പുത്രന്മാരെയും ശകുനിയുടെ 100 ഏട്ടന്മാരെയും അച്ഛനെയും തടങ്കലിലടയ്ക്കുന്നു. തടങ്കലിലടച്ചിട്ട് ഭീഷ്മർ ഒരു ആജ്ഞ പുറപ്പെടുവിക്കുന്നു, ഒരാൾക്ക് മാത്രമേ ആഹാരം കൊടുക്കാവുള്ളൂ. അങ്ങനെ ആ തടങ്കലിലടച്ചിട്ട് ഭീഷ്മർ തിരിച്ചു പോരുന്നു. ഈ 99 ഈ 100 പേരും അച്ഛനും കൂടി തീരുമാനിക്കുന്നു, ഒരാൾ ജീവിക്കണം, ഈ അനീതിക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഒരാൾ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇവരെല്ലാം കൂടി ഇളയ അനിയന് വേണ്ടി ഈ ഭക്ഷണം മാറ്റിവെക്കുന്നു. ഈ ശകുനിയുടെ മുമ്പിൽ ഈ 99 ഏട്ടന്മാരും അച്ഛനും വിശപ്പ് കൊണ്ട് പെടഞ്ഞ് മരിക്കുന്നു. ആ ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പ്, അവസാനത്തെ ആൾ മരിക്കുന്നതിന് മുമ്പ് ശകുനി പറയുന്നു, നിങ്ങൾ എൻ്റെ കാല് തല്ലി ഓടിക്കുക, കാരണം വികലാംഗരെ ജയിലിലടയ്ക്കാൻ നിയമമില്ല എന്ന്. അങ്ങനെ കാലും തല്ലി ഓടിച്ച്
അച്ഛൻ്റെ അസ്ഥി കൊണ്ട് പകിടയുണ്ടാക്കി ആ ജയിലിൽ നിന്നിറങ്ങിയ നേരെ എന്താ പറയുക ദുര്യോധനൻ്റെ അടുത്തേക്കാണ് പോയത്. കുരുകുലം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ആ വലിയ പകയുടെ അർത്ഥം മനസ്സിലാക്കാതെ ദുര്യോധനും കൂടെ കൂടി. ഈ നശിപ്പിക്കപ്പെടുന്നതിൽ ദുര്യോധനൻ ഉൾപ്പെടെ ഉണ്ടെന്നുള്ളത് ആ പാവം മനസ്സിലാക്കിയില്ല. അങ്ങനെ ഒരു കഥ അതിനകത്തുണ്ട്. ആ കഥ ഒക്കെ ചിലപ്പോൾ ഭാരതത്തിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. MD രണ്ടാം ഊഴം ഒഴിയപ്പോൾ MD പറഞ്ഞൊരു വാചകമുണ്ട്, വ്യാസൻ്റെ സമസ്യയും വ്യാസൻ്റെ മൗനവും ഞാൻ പൂരിപ്പിച്ചേ ഉള്ളൂ. കാരണം വ്യാസൻ്റെ അത്രയും വലിയ സങ്കല്പത്തിൽ അങ്ങേര് സങ്കല്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഈ മഹാഭാരതവും ഒക്കെ പലതരത്തിലായിട്ട് പലരായിട്ട് പല തലത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ സ്വാതന്ത്ര്യം ഞാനതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ യുക്തിക്കും, അതായത് മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാന കാര്യം എന്ത് തെറ്റ് ആര് എത്ര ദുഷ്ടനായാലും എല്ലാം അതിന് മുഴുവൻ വ്യക്തമായ ന്യായം അതിനകത്ത് കിട്ടും. അതിനകത്ത് ജയദ്രഥനെ കൊല്ലുന്നൊരു രംഗമുണ്ട്. ജയദ്രഥനെ കൊന്നു കഴിഞ്ഞ് തല താഴേക്ക് ഇടാറാകുമ്പം അർജുനനോട് കൃഷ്ണൻ പറയും, ഇത് തട്ടി അച്ഛൻ, ജയദ്രഥൻ്റെ അച്ഛൻ അവിടെ തർപ്പണം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് കൊടുക്കുമെന്ന്. അർജുനൻ അതിനെ എതിർക്കും. ഈ പാവം അച്ഛൻ എന്ത് പഴച്ചു, യുദ്ധനീതിക്ക് ചേരുന്നതാണോ? അപ്പോൾ കൃഷ്ണൻ പറയുന്ന ഒരു ന്യായമുണ്ട്, അർജുനൻ ജയദ്രഥനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അസ്തമനത്തിന് മുമ്പ് ജീവത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ജയദ്രഥൻ്റെ അച്ഛൻ കൊടുത്ത വരമാണത്. അപ്പോൾ അതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ട്, ഒരു ദുർചിന്തയുണ്ട്. അയാൾ വധ്യനാണ്, അങ്ങനെ കൊല്ലേണ്ടതാണ്. അതായിരുന്നു കൃഷ്ണൻ്റെ ന്യായം. അപ്പോൾ അങ്ങനെ ഞാൻ അതിനകത്ത് ഇങ്ങനെ കിട്ടിയ പല കഥകളും നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കേട്ട് വരുന്ന അല്ലാതെ പല കഥകളും അതിൽ ഉൾപ്പെടുത്തിയതിന് അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അത് അങ്ങനെ മുമ്പോട്ട് പോകേണ്ട സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കൃഷ്ണസങ്കല്പം എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ഏത് തരത്തിലും അദ്ദേഹത്തെ സ്വാധീനിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട് കുറിച്ചിത്താനത്തൊരു പൂത്തൃക്കോവിൽ ക്ഷേത്രമുണ്ട്, തെക്കൻ ഗുരുവായൂർ എന്നാണ് പറയുക. അവിടുത്തെ പ്രത്യേകത കുചേലവൃത്തത്തിലെ കൃഷ്ണനാണ്. കുചേലവൃത്തത്തിലെ കൃഷ്ണൻ്റെ ആ ഭാവസങ്കല്പത്തിൻ്റെ പ്രത്യേകത സൗഹൃദഭാവത്തിലൊരു ദേവസങ്കല്പം എന്നുള്ളതാണ്. സുഹൃത്ത് എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ആ ദേവനെ സമീപിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് ആദ്യം മുതൽ അന്നും ഇന്നും ഞാൻ ഒരു സുഹൃത്തിൻ്റെ കൂട്ട് തന്നെയാണ് ഞാൻ കൃഷ്ണനെ കണ്ടിരുന്നത്. ആ സുഹൃത്തിനെ കൂട്ട് ഞാൻ കൃഷ്ണനെ കണ്ടുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പം എൻ്റെ വളരെ ക്രൈസിസ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും എനിക്കവിടെ പരിഹാരം കിട്ടി. പല രീതിയിൽ ഞാനത് എനിക്കൊരു മോട്ടിവേഷനായിട്ട് മാറിയിട്ടുണ്ട്. ആ പൂർണ്ണ അവതാരത്തിൻ്റെ മുഴുവൻ ഉൾക്കൊള്ളുമ്പം മഹാഭാഗവതത്തിലെ നമ്മളൊക്കെ പറയുന്ന കൃഷ്ണനേക്കാൾ എന്തോ ഒരു വല്ലാത്ത മാറ്റം മഹാഭാരതത്തിലെ കൃഷ്ണനുണ്ട്. ആയുധമെടുക്കാത്ത കൃഷ്ണനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആയുധമെടുക്കാത്ത ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് ചാടി വീണിട്ട് അദ്ദേഹം വിജയിക്കാമെന്നുള്ള ആ കോൺഫിഡൻസ്, അതുപോലെ ദേവരക്തമുള്ളവരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നുകളയുക അല്ലെങ്കിൽ കൊല്ലപ്പെടണമെന്നുള്ള ആ ചിന്ത, അത് ആലോചിച്ചറിയാം. പാണ്ഡവന്മാർ 5 പേരും ദ്രൗപദിയും, പിന്നെ ദ്രൗപദിയുടെ ഉത്തരയുടെ മകൻ അത് അശ്വത്ഥാമാവ് ആക്ച്വലി കൊന്നതാണ്, പിന്നെ ദൈവാംശം കൊടുത്ത് ജീവിപ്പിച്ചതാണ്. അപ്പോൾ ഈ മഹായുദ്ധം മുഴുവൻ കഴിയുമ്പോൾ ദൈവാംശമുള്ള ഒരു മാത്രം ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള കൃഷ്ണൻ്റെ ഒരു പോക്ക് പോലെ അത് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു അവതാരത്തെ ആവാഹിക്കുമ്പോഴുള്ള മനസംഘർഷം വലുതായിരുന്നു. എന്നാലും ആ ഒരു രീതിയിലത് വന്ന് അവസാനം ഞാൻ ആ പുസ്തകം ഞങ്ങൾ പ്രബോധ പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പം ഞങ്ങൾക്ക് ഔട്ട്ലെറ്റ് കുറവാണ്. ഞങ്ങൾക്ക് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഗുരുവായൂർ ദേവസ്വം വളരെയധികം സഹായിച്ചു. ആദ്യം ഈ പുസ്തകം എടുത്തപ്പോഴേ അവരത് അനുവദിച്ചു. അപ്പോൾ അതിനകത്ത് ഈ 2 പ്രാസംഗികരും സൂചിപ്പിച്ച ഒരു കാര്യം വളരെ കൃത്യമാണ്. അതിനകത്ത് തെറ്റുകളുണ്ട്. പക്ഷേ ആദ്യം വന്നതിലെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളെ ഏൽപ്പിച്ച് നമ്മളത് ചെയ്തതാണ്. എന്നിട്ടും തെറ്റുകൾ കൂടിയിട്ടുണ്ട്. 3ാമത്തെ എഡിഷൻ ഇപ്പോൾ ഉടനെ ഇറക്കണം. ഇപ്പോൾ ഇത് ഉടനെ തന്നെ തീരുന്നതാണ്. 3ാമത്തെ എഡിഷനിൽ എന്തായാലും ഞാൻ വാക്ക് തരുന്നു, തെറ്റ് തിരുത്തി കുറച്ചും കൂടെ റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു കൃഷ്ണൻ്റെ ചിരി നമുക്ക് ഇറക്കാൻ പറ്റും. ഞാൻ അത് ശിവകരനോടും നമ്മുടെ അധ്യക്ഷനോടുമൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നതിൽ നമ്മളൊരിക്കലും ചിലപ്പോൾ ശ്രദ്ധിച്ചോണമെന്നില്ല. ഞാൻ നവീനോട് പ്രത്യേകം പറയുകയാണ്, നവീൻ മാത്രം ഏറ്റെടുക്കേണ്ട, എൻ്റെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളുടെ കൂടി ചെയ്യേണ്ടതായിരുന്നു. അത് ഒരു സംശയവുമില്ല.
ഞാൻ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഇവിടെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട രവിയോടും നമ്മുടെ 3 സംഘടനകളുണ്ട് അവരുടെ എല്ലാവരുടെയും അവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഇവിടെ പൈതൃകത്തിൻ്റെ കെ വേലായുധൻ, ഡോക്ടർ പ്രഭാകരൻ, രവി വട്ടറങ്ങത്ത്, സുഗതൻ, അതുപോലെ തന്നെ സ്നേഹസ്പർശത്തിൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ജില്ലാ സർവേയറായിട്ടൊക്കെ റിട്ടയർ ആയിട്ടുള്ള PP വർഗീസ് അവർകളൊക്കെയാണ്. അതുപോലെ പ്രഹ്ലാദൻ മാമ്പറ്റ്, നമ്മുടെ വേണുക്കുറുപ്പ്, വേണു കല്ലാറ്റ്, അദ്ദേഹം ഏത് ആധ്യാത്മിക പരിപാടികളുണ്ടെങ്കിലും മുൻപന്തിയിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. സമയക്കുറവുകാരാണ് സംഘാടകർ. പറഞ്ഞ സമയത്ത് നിന്നും ഒരു 10-15 മിനിറ്റ് കൂടി കൂടിയിട്ടുണ്ട്. എന്തായാലും അവരൊന്നും സംസാരിക്കുന്നില്ല. അവരൊക്കെ എല്ലാവരും ഇതിൽ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്തായി ഈ ചടങ്ങിനെ നന്ദി അറിയിക്കുന്നതിനായി ആനന്ദതീർത്ഥൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ട്രസ്റ്റി ഡോക്ടർ ഉഷ കിരണിനെ സ്നേഹത്തോടെ നന്ദി അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എൻ്റെ കൃഷ്ണ, ഒരുപാട് നേരം കഴിഞ്ഞു, എന്നാലും ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഈ വേദിയിൽ നിൽക്കാൻ അതിയായ സന്തോഷമുണ്ട്. കാരണം കൃഷ്ണ സന്നിധി ആയതുകൊണ്ട് തന്നെ. കൃഷ്ണനെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. കൃഷ്ണൻ എല്ലാവരെയും കാണുന്നു, എല്ലാം കാണുന്നു. അതുകൊണ്ട് അതിൽ നമ്മൾ കൂടുതൽ ഒന്നുകൂടി ആലോചിക്കേണ്ടത്, നമ്മൾ എന്ത് നെഗറ്റീവായിട്ട് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുമ്പോഴും അത് കൃഷ്ണൻ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ട്. അത് ശരിയാണ്, കൃഷ്ണൻ കാണും. എല്ലാവരെയും കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നേരെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ കൺസ്യൂമർ കോർട്ടിൻ്റെ ജഡ്ജായിരുന്നു, റിട്ടയർഡാണ്. ഞങ്ങൾ പല കാര്യത്തിനും ഒന്നിച്ച് എപ്പോഴും കാണുന്നതാണ്. അദ്ദേഹം വളരെ വിശദീകരിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇന്നത്തെ ഈ ചടങ്ങിന് ഔദ്യോഗികമായി എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് ശ്രീ K ജയപ്രസാദ് പ്രഭാഷകനാണ്, പുസ്തക പരിചയം നടത്തിയത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ പ്രാസംഗികരും വളരെ വിശദീകരിച്ച് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഒന്നിച്ച് പറയുകയാണ് ഞാൻ. എങ്കിലും ജയപ്രസാദ് സാറിന് എല്ലാവർക്കും വേണ്ടി നന്ദി. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ശ്രീ KR ജയരാജ്, ക്രൈംബ്രാഞ്ചിൻ്റെ മുൻ ക്രൈംബ്രാഞ്ച് SP ആണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണം വളരെ സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ തഴക്കവും വഴക്കവും നമുക്കെല്ലാം മാതൃകയാണ്. തീർച്ചയായും അതിൽ ഞാൻ ആകൃഷ്ടയായിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ പോലും ഒന്നിച്ചിറങ്ങിയാലോ എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മാതൃകാപരമാണ്. ഇനിയും അദ്ദേഹത്തിന് ധാരാളം അത്തരം പ്രവർത്തനത്തിന് ശക്തി ഉണ്ടാവട്ടെ. കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ ശിവകരൻ നമ്പൂതിരി, തീർച്ചയായും എനിക്ക് അതിശയം തോന്നുകയാണ്. ഈ അമ്പലത്തിൻ്റെ പ്രവർത്തനം, ശ്രീകൃഷ്ണനെ രാവിലെ ഉണർത്തുന്നതും വൈകുന്നേരം ഉറക്കുന്നത് വരെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും കുളിപ്പിക്കുകയും ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഇത്രയും ഒരു ജന്മത്തിൽ ഇത്രയും സൗഭാഗ്യം ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലും കൃഷ്ണൻ്റെ ഒരു പരിചരണം ഏറ്റുവാങ്ങിച്ച ഒരാളാണല്ലോ. കൃഷ്ണനെ പരിചരിച്ചേ. യശോദയോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ തവം ചെയ്ത്, അത് തമിഴിലാണ്, ചെയ്തനെ ഇത്രയും കൃഷ്ണനെ ഓടിക്കാനും പിടിച്ചു കെട്ടാനും ഒക്കെ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് യശോദയോട് ചോദിക്കുന്നുണ്ടായി. അതുപോലെയാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, ഇത്രയും ഭാഗ്യം ചെയ്തല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഒരു മഹാപണ്ഡിതൻ്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിച്ചതിനും വളരെ നന്ദി. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ തോന്നി. സമയക്കുറവുണ്ടായിരുന്നു. ഏതായാലും സാമവേദ പണ്ഡിതനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇനി നവീൻ കുമാറാണ് എൻ്റെ സഹപ്രവർത്തകനാണ്, പ്രബോധ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി. ആശംസകൾ അർപ്പിച്ച നവീൻ കുമാറിന്, ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന നവീൻ കുമാർ തന്നെയാണ്. നന്ദി, എല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഇനി
എൻ്റെ തന്നെ സുഹൃത്ത് KR സജി, കുമാരനാശൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയാണ്. സജി വരുന്ന വഴിയിലാണ് സജി ബുക്ക് വായിച്ചുകൊണ്ടുണ്ടായി. നല്ലൊരു വായനക്കാരനാണ് സജി, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. സജിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി. ഇനി ശ്രീ ഉണ്ണികൃഷ്ണൻ, മലയാള മനോരമ ലേഖകനാണ്. നന്നായിട്ട് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നന്ദി. പ്രത്യേകിച്ച് ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി നമ്മുടെ ലേഖകനെക്കുറിച്ച് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു പുസ്തകം റിലീസ് ചെയ്യുമ്പോഴും അത് നമ്മുടെ പ്രബോധ ട്രസ്റ്റിൻ്റെ ഓഫീസിൽ തന്നെയായിരുന്നു അത് പ്രകാശനം ചെയ്തത്. അതൊരു സഞ്ചാരകൃതിയായിരുന്നു. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു പുസ്തകമാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, അനിയൻ തലയാറ്റുംപള്ളി ബഹുമുഖ പ്രതിഭ തന്നെയാണ്. ആ ഒരു പുസ്തകത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പുസ്തകം വന്നത്. ഇത്ര പെട്ടെന്ന്, ഇത് 2ാമത്തെ വോളിയാണ് എങ്കിലും, 2ാമത്തെ എഡീഷനാണ് എങ്കിലും ഇത്ര വ്യത്യസ്തമായ രീതിയിൽ പുസ്തകങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിശയമാണ് എനിക്ക്. ഏറ്റവും നല്ലൊരു പുസ്തകം. ഞാനും പുസ്തകം ഒന്ന് മറിച്ച് നോക്കി, കഥകളായിട്ട് മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. എനിക്ക് ഇത്തരം കഥകൾ പുസ്തകം മറിച്ച് നോക്കുമ്പോൾ എനിക്കെൻ്റെ അച്ഛനെയാണ് ഓർത്തത്. അതിലുള്ള പല കഥകളും എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നതാണ് ചെറുപ്പത്തിൽ. അത് ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനും സഹോദരൻ ബലരാമനുമായിട്ടുള്ള ഭാഗങ്ങൾ, അതൊക്കെ എനിക്ക് അച്ഛൻ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നത്. ഈ പുസ്തകത്തിലൂടെ ഞാൻ എൻ്റെ അച്ഛനെയും കൂടി ഓർത്തു. തീർച്ചയായും ഇത്തരം നല്ല കൃതികൾ കുട്ടികൾക്ക് പോലും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പുസ്തകം സൃഷ്ടിച്ചത്. തീർച്ചയായും ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതാനായിട്ട് അനിയൻ തലയാറ്റുംപള്ളിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഇനി പൈതൃക ഗ്രന്ഥശാലയുടെ ഒരു പ്രതിനിധി, കുറേ പേരിവിടെ ഉണ്ടെന്ന് മനസ്സിലായി, ഒരാൾ മാത്രമാണ് നമ്മളോട് സംസാരിച്ചത്, സ്വാഗതം പറഞ്ഞത്. അദ്ദേഹത്തിന് എല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കട്ടെ. വിട്ടുപോയി, ഇടയിൽ നമ്പറിട്ട് തെറ്റിപ്പോയതാണ്. ഞാൻ തന്നെയാണ് എല്ലാവരും പേര് എഴുതിയെടുത്തത്. ജയപ്രകാശ്, പുസ്തകം പരിചയപ്പെടുത്തിയത് ജയപ്രകാശാണ്. ജയപ്രസാദ്. ഞാൻ ഒന്ന് പറഞ്ഞു, പക്ഷേ പിന്നെ പറഞ്ഞു പുസ്തകം പരിചയപ്പെടുത്തി 1-2 കഥകളൊക്കെ എടുത്ത് പറയും, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് ഒന്നുകൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ സംഘാടകൻ എന്ന് പറഞ്ഞു, പേര് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല. അഡ്വക്കേറ്റ് രവിശങ്കർ. വളരെ ചുറുചുറുക്കോടുകൂടി ഇവിടെ ഓടി നടക്കായിരുന്നു. ആരാന്ന് ആദ്യം മനസ്സിലായിട്ടില്ല, എങ്കിലും ഇതിൻ്റെ മുഖ്യ സംഘാടകനാണെന്ന് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും മൈക്ക് എടുക്കലും ഓട്ടവും ചാട്ടവും എല്ലാം ചെയ്യുന്നുണ്ടായി. അത് അനിൽകുമാറാണ്. അപ്പുറത്തെ രവിശങ്കർ. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു. ഏതായാലും ഇവർ രണ്ടാളും പേര് നിശ്ചയില്ല എന്നുള്ളൂ. 2 പേർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഈ ചടങ്ങുകൾ ഇത്ര നന്നായിട്ട് സംഘടിപ്പിച്ചതിന്. പിന്നെ പ്രാർത്ഥന ചൊല്ലിയ മായ, പെട്ടെന്നാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത്, എങ്കിലും മായ ഓടി വന്നിട്ടാണ് ആ പ്രാർത്ഥന നന്നായിട്ട് ചൊല്ലി. മായക്ക് പ്രത്യേകം നന്ദി. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഇത് സംഘടിപ്പിച്ച അതിന് മാധ്യമപ്രവർത്തകർക്കും ബാക്കി എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ഹാളും സൗകര്യവും ഒക്കെ ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹൃദയ കക്ഷികൾക്കും, സഹൃദയ സുഹൃത്തുക്കൾക്ക്, അമ്മമാർക്ക്, സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ്റെ ചിരി ഒരുപാട് വായനക്കാരിലേക്ക് എത്തട്ടെ, ഗ്രന്ഥകർത്താവ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ വിട്ടുപോയ ഒരാളുടെ ഭാര്യ ലീല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി.